الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. എന്താ ഇതിന്റെ അർത്ഥം? ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ. നോക്ക്, മുട്ടയുടെ ആകൃതിയിൽ 23 ഡിഗ്രിയിൽ ഹേമന്തവും ഗ്രീഷ്മവും വസന്തവും ഒക്കെ മാറി മാറി വരുന്ന പാകതയിൽ തണുപ്പുള്ള രാത്രിയും ചൂടുള്ള രാത്രികളും ദൈർഘ്യമേറിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ പകലും ഇതെല്ലാം സംവിധാനിച്ച, മാത്രവുമല്ല ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാല, സുരേന്ദ്ര, ജോർജ്, ബഷീറെ, ഓർക്ക്, നീ സഞ്ചരിക്കുന്ന 2 വീലർ ഓടിക്കുന്ന ഈ റോഡ് ഉൾക്കൊള്ളുന്ന ഈ ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ കാണുന്ന സൂര്യനില്ലേ, നീ 15 കോടി കിലോമീറ്റർ അകലെ നീ കാണുന്ന സൂര്യനില്ലേ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാനുള്ള വലുപ്പമാണ് ആ സൂര്യന്. എത്ര? 13.5 ലക്ഷം ഭൂമി. 13.5 ഈ ഭൂമിയെപ്പോലെ 13.5 ലക്ഷം ഭൂമിയുണ്ടെങ്കിൽ അത് ഒതുക്കി വെക്കാൻ വലുപ്പമുള്ള സൂര്യൻ, ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കാൻ 8 മിനിറ്റ്. പ്രകാശ വേഗത എത്രയാ ഞാൻ പറയണോ? 8 മിനിറ്റ്. അപ്പൊ എത്ര വേഗതയിൽ സഞ്ചരിച്ചിട്ടാണ് 18 കോടി കിലോമീറ്റർ അകലെയുള്ള ഭൂമിയിലേക്ക് ആദ്യത്തെ സൂര്യന്റെ കിരണം പതിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തീർന്നില്ല. സൂര്യന്റെ വേഗത എത്രയാണെന്നറിയോ? സെക്കൻഡിൽ നമ്മൾ ഇങ്ങനെ വിരൽ ആ സെക്കൻഡിൽ 250 കിലോമീറ്റർ സൂര്യൻ മുന്നിട്ടിരിക്കും. എത്ര? ഒരു സെക്കൻഡിൽ 250 കിലോമീറ്റർ സൂര്യൻ മുന്നിട്ട് പോകും. ഓരോ സെക്കൻഡിലും 250 കിലോമീറ്റർ ആണ് ഈ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ, വമിൻ ആയാതിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഖലഖഹുൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. വല്ലാത്തൊരു വാക്കാ. രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ഞാനതൊന്ന് വിശദീകരിച്ചോട്ടെ. ആ വാചകം, രാവ് ആരാണ്ടാക്കിയത്? നമ്മളിന്ന് ആരാധിക്കുന്ന ആരുമല്ല. കാരണം അവരൊക്കെ രാവിലെ ജനിച്ചവരാണ്, ആ രാവിനെ കൺട്രോൾ ചെയ്യാത്തവരാണ്, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിങ്കളാഴ്ച പ്രഭാതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞായറാഴ്ച ഇങ്ങനെ വന്നിട്ടാണ് തിങ്കളാഴ്ചയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഞായറാഴ്ചയെ ആരാണ് കൺട്രോൾ ചെയ്തത്? പോകട്ടെ, ലളിതമായൊരു ചിന്ത പറയാം. വെള്ളിയാഴ്ച യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി, ശരിയല്ലേ? ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം ശരിയല്ലേ? വെള്ളിയാഴ്ച, അതാണല്ലോ ഇവിടെ കുരിശ് കാണുന്നത്, യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി. ഞായറാഴ്ച യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു വിശ്വാസം അനുസരിച്ച്. യഥാർത്ഥ വിശ്വാസത്തിൽ അത് ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയിട്ടില്ല. ബൈബിൾ പ്രകാരം പോലും തെളിയിക്കാൻ കഴിയില്ല. അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത്, എന്റെ പോയിന്റ് അതൊന്നുമല്ല. യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടോ ഇല്ലേ എന്നുള്ളതല്ല. വെള്ളിയാഴ്ച കുരിശിലേറിയ യേശു കുരിശിൽ കിടന്ന് മരിച്ചു, സത്യമാണല്ലോ? ആണല്ലോ. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു, അതും സത്യമാണല്ലോ നിങ്ങളുടെ വാദപ്രകാരം? ശരി. എങ്കിൽ എന്റെ ചോദ്യം പ്രസക്തമാണ്. വെള്ളിയാഴ്ച യേശുക്രിസ്തു കുരിശിലേറിയത് മുതൽ സൂര്യൻ നിശ്ചലമായോ? ചന്ദ്രൻ നിശ്ചലമായോ? ഭൂമിയുടെ കറക്കം നിന്നോ? ആകാശത്തിന്റെ പ്രവർത്തനം നിന്നോ? ലോകത്തിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നിന്നുപോയോ? ഇല്ല. വിവരമുള്ളവർക്ക് എന്ത് മനസ്സിലായി? യേശുക്രിസ്തുവിന് ഇതിലൊന്നും ഒരു പങ്കാളിത്തം ഇല്ല, അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കി, ഞാനൊരു വണ്ടി ഓടിച്ചു പോവുകയാണ്, എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായി, ഞാൻ മരിച്ചു, സ്റ്റിയറിംഗിലേക്ക് വീണു. എന്താ സംഭവിക്കുക? വയനാട്ടിലെ 9ാം വളവിൽ നിന്ന് സംഭവിക്കുന്നെങ്കിൽ അത് അവിടെ പോയിട്ട് ഡിവൈഡറിൽ ഇടിച്ച് ഒന്നെങ്കിൽ അപ്പുറത്തെ കൊക്കയിലേക്ക് മറിയും, അല്ലെങ്കിൽ 4-5 ആൾക്കാർ ഇടിച്ചു നിരത്തും, അല്ലെങ്കിൽ മുമ്പിലുള്ള വണ്ടിക്ക് ഇടിക്കും, അങ്ങനെ കൊക്കയിൽ വീഴും, അല്ലേ? എന്നാൽ സായിബാബ മരിച്ചപ്പോ ആകാശഭൂമികളിലെ എന്തെങ്കിലും ഒരു പ്രതിഭാസം നിന്നുപോയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു പ്രതിഭാസം നിശ്ചലമായോ? എന്ത് മനസ്സിലായി? ആരുടെ കൺട്രോളുമല്ല ഇതൊന്നും മനസ്സിലായി. എങ്കിൽ എന്റെ ചോദ്യം പ്രസക്തമല്ലേ? ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന, ആര് മരിച്ചാലും, ആര് ജനിച്ചാലും, ഏത് മഹാൻ ആക്സിഡന്റിൽ മരിച്ചാലും ഈ ആകാശഭൂമിയെ കൺട്രോൾ ചെയ്യുന്ന ആ സാക്ഷാൽ പടച്ചോനെ ആരാധിച്ചുകൂടെ മനുഷ്യരെ?
കല്ലും മുള്ളും മുരടും മൂർഖൻ ബാബും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മലക്കുകളും ജിന്നുകളും അമ്പിയാക്കളും മൗലിയാക്കളും ബീവിമാരും ദേവിമാരും എല്ലാം ആരാധിക്കപ്പെടുന്ന ഒരു ലോകത്ത് പടച്ചോനെ മാത്രം ആരാധിക്കുക. നോക്കേ, ഒരു മുസ്ലിമിന്റെ ദൈവത്തിലേക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, ഈശ്വരവിശ്വാസിയുടെ, നിരീശ്വരവാദിയുടെ, കൃമികീടങ്ങളുടെ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള ഈ മഹാബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാനെ ആരാധിക്കാനാണ് പറയുന്നത്. ഇനി ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ശ്ലോകം പറഞ്ഞു തരാം. മഹാനിർവഹണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു സ്തോത്രമുണ്ട്. അതിലെ പ്രാർത്ഥന തന്നെ എങ്ങനെയാണ്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. നോക്കൂ, 5 തവണയാണ് ദൈവത്തെ ഏകൻ എന്ന വാചകം വിളിക്കുന്നത്. 5 തവണ. ത്വമേകം ശരണ്യം കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കണ്ടോ, പടച്ചവൻ ഏകനാണ്, അവന് തുല്യരായ ഒരാളുമില്ല. അല്ല 3 അല്ല, അല്ല ഏകനാണ്, അഹദാണ്, അഹദാണ്. നോക്കേ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഓക്കെ, എൻ്റെ പ്രാർത്ഥനകളകിലും ഏകനായ ദൈവമേ നിന്നോടാണ്. ഒരു ഹിന്ദു സഹോദരന്റെ ചുണ്ടുകളിൽ നിന്ന് വരേണ്ട വാചകമാണിത്. എന്ത്? പടച്ചവനെ, എൻ്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ നിന്നോടാണ്. നീ ഒന്നിലധികമില്ല. ഏകം സത് ബഹുദാ വിപ്രാപതന്തി. നീ ഏകനാണ്, നിന്നെ പലതായി പലരും ഗണിക്കുന്നു എന്നതല്ലാതെ നീ ഏകനാകുന്നു തമ്പുരാനെ. പടച്ചവനെ, എൻ്റെ നേർച്ചകൾ, എൻ്റെ വഴിപാടുകൾ, എൻ്റെ അർച്ചനകൾ എല്ലാം ഏകനായ നിനക്കാകുന്നു, എല്ലാം നിനക്കാകുന്നു. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ ജഗത്തിന്റെ ദൈവമാണ് നീ. കണ്ടോ, ഈ റബ്ബുൽ ആലമീൻ. ഇപ്പൊ ഫാത്തിഹയിലെ എന്താ രണ്ടാമത്തത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവ്വലോകങ്ങളുടെയും തമ്പുരാനായ അല്ലാഹുവിനാകുന്നു, അല്ലാഹുവിനാകുന്നു. ആ പടച്ചോനെ ആരാധിക്കാൻ പാടുള്ളൂ. വളരെ വ്യക്തമാണ്, എത്ര ക്ലിയറായ ഒരാശയം. എന്നിട്ട് പറയുന്നു, ആകാശത്തൊരു മേൽക്കൂരയാക്കി തന്നവൻ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ഓസോൺ കുട, ഓസോൺ ലെയർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയോ? ആ ഓസോൺ ലെയറിനെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദഗ്രന്ഥം, ഒടുവിലത്തെ ഗ്രന്ഥം, മാനവരാശിക്ക് വഴി കാണിച്ച ഗ്രന്ഥം എത്ര സ്ഥലത്താ പറയുന്ന അറിയോ? കേട്ടോളൂ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ മനോഹരമായ, അത് വലിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന 20, 21, സൂറത്ത് അംബിയായിലെ 30, 29, 30, 31, 32 വാചകങ്ങൾ ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കളിപ്പിച്ചു തരാം. നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. കേട്ടോളൂ. വളരെ മനോഹരമായ ഓസോൺ ലെയറിനെ കുറിച്ചുള്ള ഖുർആന്റെ കാഴ്ചപ്പാട് നോക്ക്. ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു. ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറയാണ് ഖുർആൻ. അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്കൻ വഫതക്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഗ്മിനൂൻ. വല്ലാത്തൊരു സയൻസ് ആണ് ഖുർആൻ പറയുന്നത്. എന്താ ഒരു സയൻസ്? എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വാട്ടറിൽ നിന്നാണ്. മോഡേൺ സയൻസ് പറയുന്നത് എന്താ? എല്ലാ ജീവവർഗങ്ങളും ഉത്ഭവിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് സയൻസ് പഠിക്കാത്ത മുഹമ്മദ് നബി, അതെ, ജിയോഗ്രഫി പഠിക്കാത്ത മുഹമ്മദ് നബി, അനാട്ടമി പഠിക്കാത്ത മുഹമ്മദ് നബി, കാർഡിയോളജി പഠിക്കാത്ത മുഹമ്മദ് നബി, ലോകത്തിന്റെ H2O എന്ന 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാണ് വെള്ളം എന്ന് പഠിക്കാത്ത പ്രവാചക തിരുമേനി ഓദിച്ചിരിയാണ് വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ. എല്ലാ ജീവവർഗങ്ങളുടെയും ഉത്ഭവം വെള്ളത്തിൽ നിന്നാകുന്നു. 1. 2, അവർ കാണുന്നില്ലേ, ആകാശഭൂമികളെല്ലാം ഒന്നു ചേർന്ന ഒരു ആദിപിണ്ഡമായിരുന്നു. ബിഗ് ബാങ് തിയറി, ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിപ്പിച്ച ബിഗ് ബാങ് തിയറി ഇല്ലേ, സ്ഫോടന സിദ്ധാന്തം. അതെന്താ സംഗതി? ഖുർആൻ പറയാൻ ആകാശവും ഭൂമിയും ഒക്കെ ആദി പദാർത്ഥത്തിന്റെ ഭാഗമായി. നാമാണ് അതിനെ വേർപ്പെടുത്തി, അത് ഒട്ടിച്ചേർന്നതായിരുന്നു. നാമാണ് അതിനെ വേർപ്പെടുത്തിയത്. കണ്ടോ, വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, എന്ത്? നിങ്ങൾക്ക് ഭൂമിയെ
ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാനായി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അവർ വഴി കണ്ടെത്തുന്നതിനായി അവൽ പർവ്വതങ്ങളെ നാം വിശാലമായ പാതകളായി ഏർപ്പെടുത്തി. സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കി. കണ്ടോ, സുരക്ഷിതമായ ഒരു മേൽക്കൂര. ആകാശത്തിലെ ഓസോൺ ലെയർ നമുക്കറിയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയോണോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലെ പാളി. ഇതൊന്നുമല്ല, ആകാശത്തിന്റെ ഒരു മഹത്തായ സംവിധാനമാണ് സുരക്ഷിതമായ ഒരു മേൽക്കൂര. സുരക്ഷിതമായ ഒരു മേൽക്കൂര. ഒന്നുകൂടെ മനസ്സിലായിക്കോടെ. ഓസോൺ ലെയറിന് വിള്ളല് വീണു ഈടെയായി. എങ്ങനെ CFC എന്ന വാതകം പുറത്തുപോയി. എന്താണ് CFC? ക്ലോറോ കാർബൺ. അതിൽ ഒരു കാർബൺ ആറ്റത്തിന് 1,00,000 ഓസോൺ തന്മാത്രകൾ നശിപ്പിക്കാനുള്ള കഴിവ്. 1,00,000 ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഒരു ക്ലോറിൻ ആറ്റത്തിനുണ്ട്. 70 മുതൽ 140 കൊല്ലം വരെ ഒരു ക്ലോറിൻ ആറ്റം ഈ അന്തരീക്ഷത്തിൽ ജീവിക്കും. 140 കൊല്ലം വരെ. അത് CFC ആണ്. അതെങ്ങനെ ഉണ്ടാവുന്നത്? ഫ്രിഡ്ജിൽ നിന്ന്, AC നമ്മൾ ഉപയോഗിക്കുന്നതിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ പുറത്തു പോകുന്നതാണ്. അതെന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ ഓസോൺ ലെയർ വന്ന് ഇടിച്ച് ഓസോൺ ലെയറിന് ദ്വാരമുണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? പണ്ടൊക്കെ വയനാട്ടിൽ ഏത് കാലത്തും തണുപ്പായിരുന്നു. ഇപ്പൊ തണുപ്പ് എന്ന് പേരിന് പറയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒരു തരം ചൊറിച്ചിലുണ്ടാക്കുന്ന ചൂട്. വെയിൽ കൊണ്ടാല് സ്കിന്നിൽ ഒരു തരം ചൊറിച്ചില്. എന്തേ സംഭവം? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസോൺ ലെയറിന് വിള്ളലേറ്റുകൊണ്ട് 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാ വയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ അള്ളാഹു ഉണ്ടാക്കിയ സുരക്ഷിതമായ മേൽക്കൂര. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന നാനാജാതി മതസ്ഥരോട് നിങ്ങൾ ആ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകണം. ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോകണം. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. അംവാതുൻ ഗൈറു അഹിയാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവർ മരിച്ചുപോയ ആളുകളാണ്, മരിച്ചുപോയ മഹാന്മാർ. പൗരോഹിത്യം ഇന്ന് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നത് മരിച്ചുപോയ മഹാന്മാരുടെ കബറിടങ്ങൾ കെട്ടി ഉയർത്തി. പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ചതിക്കുഴികളിലൊന്ന് മഹാന്മാരെ കുറിച്ചുള്ള തെറ്റുധാരണകളെ പ്രചരിപ്പിക്കലാണ്. മഹാന്മാരെ കുറിച്ച് മോശമായ കഥകൾ ജനങ്ങളോട് പറയലാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. കേരളക്കരയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മൂവാറ്റുപുഴക്കടുത്ത് കോതമംഗലം. അവിടെ ഒരു ദർഗ ഉണ്ട്. ആ ദർഗയിൽ ഉറൂസ് നടക്കാറുണ്ട്. ഒരു വർഷം ഞാൻ അവിടെ ചെന്നു. ഉറൂസിന്റെ ഇസ്ലാമിക വശത്തെക്കുറിച്ച് മാന്യമായി ഞാൻ അവർക്ക് പഠിപ്പിച്ചു. ആ വർഷത്തിലെ പത്രകോളം എന്നെ ഞെട്ടിച്ചു, സന്തോഷിപ്പിച്ചു. ആ ദർഗയിലെ ഉറൂസ് അവരില്ലായ്മ ചെയ്തു. പിന്നെ വീണ്ടും കുത്തിപ്പൊങ്കി പൗരോഹിത്യം പിന്നെയും ചെയ്തു. അതില്ലാതാക്കാൻ എൻ്റെ ഒരു ചോദ്യമായിരുന്നു. അതായത് അവിടുത്തെ ഔലിയന്റെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ അവർ എഴുതിയൊരു കറാമത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ആ ദർഗയിൽ അടക്കം ചെയ്യപ്പെട്ട ഔലിയുടെ ഒരു കറാമത്ത്. എന്താ കറാമത്ത്? ആട് മേച്ചിട്ട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാട് മോഷണം പോകും, ഒരാട് അവിടുന്ന് അപ്രത്യക്ഷാവും. ഇതായിരുന്നു അത്രേ ഔലിയന്റെ കറാമത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് മരിച്ചതിന് ശേഷം മോഷണം നിർത്താത്ത ഔലിയെ? ആരാണ്ട് ആടിനെ കക്കുന്ന ഔലി എങ്ങനെടോ മഹാനായ? കള്ളനല്ലേ ആവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഔലിയെ ജനങ്ങൾക്കിടയിൽ മോശാക്കി. ഞാനല്ല, നിങ്ങളെ മോശാക്കിയ. കാരണം ആട് മോശക്കാരനാണ് ഔലിയാന്ന് നിങ്ങളുടെ ലേഖനം എഴുതി. എന്നിട്ട് ഞാൻ ആ ലേഖനം വായിച്ചു. അപ്പോഴാണ് ആ കൗമ് ചിന്തിച്ചത്, ശരിയല്ലേ, സത്യത്തിൽ എന്താണ്ട് ഒരു നല്ല മനുഷ്യനെ ആടിനെ ഏൽപ്പിച്ചാൽ സുരക്ഷിതമായിട്ട് ഉണ്ടാകില്ല. പണ്ട് മാന്യനായ ഒരു മനുഷ്യന്റെ അടുത്തൂടെ ആട് നടന്നു പോകുമ്പോ ഒരാട് മിസ്സാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഓൻ ഔലിയ, ഓൻ ആടുകളനാ, ആടുകളെ.
മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, ആടുകള്ളനാണോ നിങ്ങൾ ഔലിയ? നിങ്ങളല്ലേ ഔലിയനെ മോശാക്കിയത് എന്ന് ചോദിച്ചു. ഇപ്പൊ CM വലിയുള്ള എന്റെ നാട്ടുകാരനാണ്. എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അകന്ന ഒരു കുടുംബത്തിനും ഉമ്മാന്റെ കുടുംബവുമാണ് അത്ര. കാരണം എന്റെ ഉമ്മ CM മക്കാമിന്റെ പരിസരത്താണ്, കുന്നമംഗലത്തും പരിസരത്തും ഒക്കെ. ഞാൻ പറയുന്നത്, ഈ CM വലിയുള്ളതിനെ കുറിച്ച് സമസ്തക്കാരെന്നെ പറയുന്നത് എന്താ? അദ്ദേഹം ഒരു കാട്ടുകൂടെ അങ്ങനെ പോയി, അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി പള്ളർച്ചും തിന്ന് ബില്ല് കൊടുക്കാതെ ഇറങ്ങിപ്പോന്നു. അപ്പൊ അയാൾ പിടിച്ചു വെച്ച് പണിയെടുപ്പിച്ചു. സത്യത്തിൽ ഇത് എഴുതുക വഴി കറാമത്ത് വിശദീകരിച്ചതാ. ആരാന്റെ ചോറ് എന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോരോ ഒരു സത്യവിശ്വാസി? ഏറ്റവും ചുരുങ്ങിയ സത്യവിശ്വാസി എന്ത് പറയും? എന്റെ അടുത്ത് കായൊന്നുമില്ല, ഞാൻ നല്ല വിശപ്പിലാണ്, എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തന്ന അല്ലേ? അല്ലെ, അങ്ങനെയല്ലേ? ഏത് ലോക്കല് മനുഷ്യനും കാണിക്കൂല മാന്യത. അപ്പൊ CM വലിയുള്ളതിനെ കുറിച്ച് ഇവര് പറയാ എന്ത്? അപ്പൊ ആരാ CM വലിയുള്ളതിനെ ചീത്ത പറഞ്ഞു? ഞങ്ങളാ. CM ഈ പുസ്തകം എഴുതിയിട്ട് സുന്യള വെക്കണേ. ഇത് വായിച്ചിട്ട് ഒരു ഹിന്ദു ചോദിക്കണല്ല, നിങ്ങളെ വലിയ ഉലിയ പള്ളർച്ചു നിന്നിട്ട് കായ് കൊടുക്കാണ്ട് ഇറങ്ങിപ്പോന്ന കള്ളനായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആർക്കാ അതിന്റെ മോശം? CM വലിയുള്ളാക്ക്. ഇത് എഴുതിയതാരാ? ഇത് സമസ്തക്കാരാ എഴുതിയേ. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ ഔലിയാക്കളെ മോശാക്കുന്നുണ്ട്. നബീനെ ചീത്ത പറയുന്നതും ഔലിയാക്കളെ ചീത്ത പറഞ്ഞൊക്കെ നിങ്ങളാ. പക്ഷെ നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞില്ല. അതെങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളോ യഥാർത്ഥ ഔലിയാക്കളെ സംരക്ഷിച്ചു. യഥാർത്ഥ ഔലിയ ആരാന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാവും. അതുപോലെ നിങ്ങൾക്കറിയാലോ, ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്വർണ്ണടല് ഹറാമാണ് ഇസ്ലാമില്. CM വലിയുള്ളതിനെ കുറിച്ച് ഇവർ പറയുന്നത് എന്താ അറിയോ? സ്വർണ്ണ മോതിരം ധരിക്കാറുണ്ട്, സ്വർണ്ണ ചെയിന് ധരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടെ കേട്ടോളൂ. മുഹമ്മദ് നബീനെ സ്നേഹിക്കുന്നില്ല, ചീത്ത പറയുന്നു എന്നൊക്കെയാണല്ലോ പലരും പലരെ പറ്റിയും ആരോപണം പറഞ്ഞേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ അങ്ങനെ പോകാൻ ശരിക്കും മനസ്സിലായിക്കൂടെ? അപ്പൊ പ്രവാചകന്റെ ഒരു ശിഷ്യന്റെ കയ്യിൽ സ്വർണ്ണ മോതിരം കണ്ടു. പ്രവാചകൻ നേരെ ചെന്ന് അയാളുടെ വിരലിങ്ങ് പിടിച്ചു. ആ സ്വർണ്ണമോതിരം ഇങ്ങനെ ഊരി വലിച്ചൊരൊറ്റേറ്. എന്നിട്ട് പറഞ്ഞു, നരകത്തിൽ നിന്നുള്ള ഒരു അഗ്നിയുടെ റിങ് നിന്റെ കയ്യിൽ ധരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി വലിച്ചൊറിഞ്ഞു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നടന്നു പോയപ്പോ ഒരാൾ ചോദിച്ചു, റസൂൽ പോയല്ലോ, ഇനി നീ എടുത്തിട്ടോ? ശരിക്ക് ചിന്തിക്കണേ. അപ്പൊ ആ മനുഷ്യൻ പറയാൻ, ആ സ്വർണ്ണമോതിരം അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ചാൽ പോലും അള്ളാന്റെ റസൂൽ ഊരിയെറിഞ്ഞ ഒരു വസ്തു ഞാനിനി എന്റെ കൈകൊണ്ട് തൊടൂല. ഇനി പറയൂ, ഇതാണ് സ്വഹാബത്ത്. ഇനി പറയൂ, CM വലിയുള്ള സ്വർണ്ണ ചെയിൻ ഇട്ടിരുന്നു, സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു, ടൈ കെട്ടിയിരുന്നു, താടി വടിച്ചിരുന്നു എന്ന് പറയുമ്പോ താടിവടി ഹറാമാണ് ഇസ്ലാമിൽ. മോതിരം ധരിക്കൽ ഹറാമാണ്. ആരാന്റെ ഹോട്ടലിൽ പോയി പള്ളർച്ചു നിന്ന് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോന്ന് തോന്നിയാസമാണ്. ഇതൊക്കെ ചെയ്ത ആളാണ് ഔലിയ എന്ന് പറഞ്ഞാൽ അത് യോഗ്യതയാണോ അയോഗ്യതയാണോ? ഞങ്ങൾ പറഞ്ഞു, CM വലിയുള്ള ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കാം, അല്ലാതിരിക്കാം. അത് പടച്ചോ നോക്കേണ്ട കാര്യമാണ്. ലോകത്തെല്ലാവരും നല്ലതോ ചീത്തയോ നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇല്ല, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അവതരിപ്പിക്കുന്ന CM വലിയുള്ള ഒരു ഹിന്ദുവിന്റെ കയ്യിൽ ഈ പുസ്തകം കിട്ടി, ഓൻ ചോദിക്കാൻ, അല്ലെ ഒരു ക്രിസ്ത്യാന്റെ കയ്യിൽ, മോനെ CM വലിയുന്ന വലിയ മഹാനല്ലേ? ആ, ഞങ്ങളെ വലിയ ആളാ. മോനെ, ആരാന്റെ ഹോട്ടലിൽ കയറി പള്ളർച്ചു നിന്ന് പൈസ കൊടുക്കാണ്ട് പോരല്ലേ നല്ലതാ? ഇനി ഇങ്ങനെയും കൂടി ഓൻ കുറച്ചുകൂടി ബുദ്ധിയുള്ളവനാണ് ഓൻ ചോദിക്കാൻ. എടാ, ഞാനൊരു ഹോട്ടലിൽ കയറിയിട്ട് പള്ളർച്ചും ചോറുന്ന് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോന്ന അതിന്റെ വിധി എന്താണ് ബഷീറേ എന്ന് സഖാഫിനോട് ചോദിക്കാന്ന് വിചാരിക്കുക. ഏയ്, പാടില്ല, ചെയ്യാൻ പാടില്ല. ശരി, നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് സ്വർണ്ണാഭരണം ധരിക്കാൻ പാടില്ല. ഏയ്, ആണുങ്ങൾക്ക് പറ്റൂല, ഹറാമാണ്. അപ്പൊ അവന് ബുക്കിംഗ് എടുത്ത്. അപ്പൊ CM വലിയുള്ള മുസ്ലിം അല്ലേ ഓന്റെ ചോദ്യം? കാരണം ഇയാള് മൂക്കറ്റ് ആരാന്റെ തിന്ന് പൈസ കൊടുക്കാതെ ഇറങ്ങി, തന്റെ കിതാബിലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി? ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ഞങ്ങൾ വസ്തുത പോലെ പറയാൻ, വസ്തുതയെ വസ്തുതാപരമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മാസം പട്ടിണി എടുക്കുക, ഭക്ഷണമില്ല, വെള്ളം കുടിക്കുകയാണ്. എന്നിട്ട് നബി ആരാന്റെ ഹോട്ടലിൽ കയറിയിട്ടോ ആരാന്റെ കടയിൽ കയറി വളർച്ച നിന്ന് ഇറങ്ങിപ്പോന്നോ? നബി എത്ര വലിയ പ്രവാചകനാണ്. സഅദ് ബിൻ അബി വക്കാസ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരാന്റെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നാണ് ഹദീസിലുള്ളത്. മരിക്കുന്നവരെ അബൂബക്കർ സിദ്ദീഖ് അല്ലാനു ഒരു ജോത്സ്യപ്പണി എടുത്ത ആള് ഭക്ഷണം കൊടുത്ത് കഴിച്ചു പോയി അറിയാതെ. അദ്ദേഹം അത് അറിഞ്ഞപ്പോ വായിലേക്ക് കൈയിട്ട് ഛർദിച്ചു. അങ്ങനെയാണെങ്കിൽ ഉസ്താദുമാരൊക്കെ എത്ര ഛർദിക്കേണ്ടി വരും? ആളെ പറ്റിച്ചുണ്ടാക്കിയ പണം കൊണ്ട് കുടിച്ചതും തിന്നതും എത്ര ഛർദിക്കേണ്ടി വരും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ അറിയും? ഇപ്പൊ ഇസ്ലാമിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ആലോചിച്ച് നോക്ക്. രസകരമായ ചരിത്രത്തിലെ 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഈ വിശദീകരിക്കുന്ന ചരിത്രമില്ല, നിങ്ങൾ പറ. ഈ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 259-ാമത്തെ വാചകങ്ങൾ വായിക്കണം. നിങ്ങൾ എല്ലാവരും വായിക്കണം. ആ ആയത്തിൽ
സൂറത്ത് ബഖറയിലെ 259-ാമത്തെ വാചകം നിങ്ങൾ എല്ലാവരും വായിക്കണം. അതെന്താണെന്നറിയോ? ഒരു പ്രവാചകന്റെ കഥ പറയണം. ഒരു പ്രവാചകന്റെ കഥ പറയണം. എന്താണ് ആ പ്രവാചകൻ? അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ചു. അതായത് ഈജിപ്തിലെ ഒരു പട്ടണത്തിലൂടെ, ഫലസ്തീനിലൂടെ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം തകർന്ന് നരിപ്പണമായി നശിച്ചു കിടക്കുന്ന ഒരു പ്രദേശം കണ്ടപ്പോൾ അദ്ദേഹം ആത്മഗതം ചെയ്തു. അള്ളാഹുവേ, ഈ മരിച്ചവരെ നീ എങ്ങനെയാ റബ്ബേ ജീവിപ്പിക്കുന്നത്? എങ്ങനെയാണ് പടച്ചോനെ നീ ജീവിപ്പിക്കുന്നത്? അള്ളാഹു പറയാം, പടച്ച തമ്പുരാൻ ആ സംഭവം വിശദീകരിക്കാൻ നിങ്ങൾ കേട്ടോളൂ. അല്ലെങ്കിൽ അതാ നിങ്ങൾക്ക് ഒരു മറ്റൊരാളുടെ ഉദാഹരണം. മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുന്നത്? ആത്മഗതം ചെയ്തതാണ്. അദ്ദേഹം ആത്മഗതം ചെയ്തതാണ്. എങ്ങനെയാ അള്ളാഹു ഇതിനെ ജീവിപ്പിക്കുന്നത്? അപ്പൊ തന്നെ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു കളഞ്ഞു. അപ്പൊ തന്നെ അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു കളഞ്ഞു. ശരിക്കോർത്തോളൂ, ഖുർആനാ പറയുന്നത്, അൽമനാറല്ല, അല്ല ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനാ പറയുന്നത്. അദ്ദേഹത്തെ മരിപ്പിച്ചു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിപ്പിച്ചതിന് ശേഷം അള്ളാഹു തന്നെ അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര കാലം മരിച്ചു കിടന്നു? എനിക്ക് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, എത്ര കാലം മരിച്ചു കിടന്നു? അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസമല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പാതി, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പാതി എന്ന മറുപടി. അല്ല പറയാണല്ല, ഒരു നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ട്, 100 കൊല്ലം, 100 കൊല്ലം. ആലോചിക്കണം. എന്നിട്ട് അല്ല പറയാണ്, ദാ അന്ന് നീ സഞ്ചരിച്ച കഴുത കിടക്കണം, അതിന്റെ എല്ലാം ആ കിടക്കണത്. 100 കൊല്ലം മുമ്പ് ചത്ത നിന്റെ കഴുത. പക്ഷെ അന്ന് കഴുതപ്പുറത്ത് നീ കരുതിയ ഭക്ഷണല്ലേ, അതതാ ഫ്രഷ് ആയിട്ട് ഫ്രീസർ ചെയ്തിട്ട് ഒരു കേടും വരാതെ 100 കൊല്ലം നാം സംരക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നാം മരിച്ചവരെ ജീവിപ്പിക്കാൻ. ഇവിടെ ഒരു കാര്യം മുസ്ലിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരു നബി, ഉസൈർ നബി അലൈഹിസ്സലാം, എന്നിട്ട് അദ്ദേഹം ചെയ്തെന്നറിയോ? 100 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തെ ജീവിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച്, 100 കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരാള് ഈ പട്ടണത്തിലേക്ക് നടന്നു വന്ന ബോധം കിട്ടൂലേ? നമ്മള് ബോധം കെട്ടു പോവില്ലേ? എന്നിട്ട് അദ്ദേഹം വന്നിട്ട് വീടുകളിലൊക്കെ കയറി, ഞാൻ ഉസൈർ നബിയാണ്. അപ്പൊ നാട്ടുകാർ പോയി പണിയൊക്കെ, 100 കൊല്ലം മുമ്പ് മരിച്ച ഉസൈർ നബിയോ? അപ്പൊ അദ്ദേഹം തൗറാത്ത് പൂർണ്ണമായിട്ട് ചൊല്ലിക്കൊടുത്തു എന്നാ. അദ്ദേഹം നബിയാന്ന് തെളിയിക്കുന്ന തൗറാത്തിലെ മനപ്പാടുള്ള മുഴുവൻ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ഒരു കാര്യം മുസ്ലിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നബി 100 കൊല്ലം മരിച്ചു കിടന്നിട്ട് ആ നാട്ടിൽ നടന്നതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, എത്ര കൊല്ലം? എന്തിനാ പടച്ചോനെ ചോദിച്ചേ? ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പാതി ആണോ ഒരു നബി നുണ പറയോ? സമസ്തക്കാരെ, അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കണ്ടേ? ആ നബി അറിഞ്ഞില്ല. ഇനി അസ്ഹാബുൽ കൗഫിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, 109 കൊല്ലാണ് ഗുഹയിൽ അള്ളാഹു ഒരു ഉറക്കിക്കിടത്തിയിട്ട് അള്ളാഹു ഒരു ഉണർത്തിയിട്ട് അവർ പരസ്പരം പറയാ, എന്ത്, നമ്മൾ ആക്രമിക്കാൻ വന്ന രാജാക്കന്മാരും അനുയായികളും ഒക്കെ ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് ബി കെയർഫുൾ, കരുതണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരൂ. അവിടെ ചെന്ന് ആ കടയിലേക്ക് പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങുമ്പോൾ അവർ മൂത്ത് നോക്കുകയാണ്. നിങ്ങൾ ആരാ? ഈ കാശ് ഏതാണെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ഒരു കാശ് ഏതല്ല, ഇത് 3 നൂറ്റാണ്ട് അപ്പുറത്ത് മനുഷ്യർ ഉപയോഗിച്ചൊരു സംഗതിയാണ്. അപ്പോഴായി ഈ മനുഷ്യൻ അറിയണത് 3 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു എന്നും എൻ്റെ കയ്യിലെ കാശ് 3 നൂറ്റാണ്ടിന് മുമ്പുള്ള കാശാണെന്നും 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ റബ്ബെന്നെ എഴുന്നേൽപ്പിച്ചതാണെന്നും. ഇവിടെ ഒരു കാര്യം വിശ്വാസികളെ ഓർക്കണം, ഊരും പേരറിയില്ല, മശുകൂറും കുറവല്ല, ബഹുമാനർ പിറന്നുള്ള നാട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുനമ്പത്ത് ബീവി. അവർ മുസ്ലിമത്തായിരുന്നോ, അവർ നല്ല സ്ത്രീയായിരുന്നോ, ഉന്നത കുലജാത, ഒന്നും അറിയില്ല. അവരെ മയ്യത്ത് പിടിക്കാൻ ചെന്നപ്പോൾ കടലിലേക്ക് അത് അകന്നു പോയിന്നാ. സ്വാഭാവികമാണ്, ഒരു തെര ഇങ്ങോട്ട് വന്നാൽ പിന്നെ അടുത്ത തെര മയ്യത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതിലൊരു കറാമത്തും ഇല്ല. അതാണ് അവരുടെ കറാമത്ത്. എന്നിട്ട് ഇവർ തന്നെ പറയും, എന്ത്, ഊരും പേര് അറിയില്ല. ഇവിടെ നിങ്ങൾ ആലോചിക്ക്, അസ്ഹാബുൽ കൗഫ് അള്ളാഹ് സർട്ടിഫിക്കറ്റ് നൽകിയ ഔലിയാക്കളുടെ അവസ്ഥയെ ഞാൻ ഈ പറയുന്നത്. പടച്ച തമ്പുരാൻ സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾക്ക് 309 കൊല്ലം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല, അവർ മരിച്ചിട്ട് പോലുമില്ല. അള്ളാഹ് അവരെ ഉറക്കിക്കിടത്തിയതാണ്. ഔലിയാക്കൾ കാണും, കേൾക്കും, അറിയും. ഇപ്പൊ ഇവരെ വിശ്വാസം എന്താ അറിയുക? കുത്തുബുസ്സമാനെ എവിടെ നിന്നും വിളിക്കാം.
ഏത് മണ്ണിൽ നിന്നും കുതുബുസ്സമാനെ വിളിക്കാം. കുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. ചാപ്പനങ്ങാടി ഒരു ബാപ്പ മുസ്ലിയാരുണ്ട്. അയാളെ പറ്റി ഇവരെ വിശ്വാസം എന്താ അറിയോ? എന്ത് പ്രവർത്തിച്ചാലും ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാര് കാണുന്ന. ചാപ്പനങ്ങാടി വാപ്പോലേർ പാപ്പാനെ കുറിച്ച് പറയലുണ്ട്. എനിക്ക് വാപ്പോലേർ പാപ്പാന്റെ മുന്നിലേക്ക് പോകാൻ പേടിയിരുന്നു. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ചൊല്ലുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പോലേർ പാപ്പാന്റെ മുന്നിൽ ഇരിക്കാൻ വലിയ പേടിയില്ല. മുന്നിൽ നിന്നിട്ട് പോന്നിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞുകൂടാനാണ് പേടി. കാരണം പിന്നെ എന്ത് ചെയ്താലും ചെന്ന വാപ്പോലേർ പാപ്പ അതിനെ കുറിച്ചാണ് ചോദിക്കുക. അതുകൊണ്ട് വലിയ പേടിയായിരുന്നു. അള്ളാഹിനെ പറ്റി നമ്മൾ എന്താ പറയല്? എന്ത് പ്രവർത്തിച്ചാലും അള്ളാഹ് അറിയും. ചാപ്പനങ്ങാടി മുസ്ലിയാരോ എന്ത് അതിനാണോ ഒരു അള്ളാഹുവിൽ പങ്കുചേർക്കല്? അതിന്റെ പേരാ ശിർക്ക്. അത് ചെയ്യുന്നവനാ മുശ്രിക്ക്. ഓന് വേണ്ടി അള്ളാഹ് നരകണ്ടാക്കുക. മനസ്സിലായോ? ആ വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൗരോഹിത്യമുള്ളത്. ആ പൗരോഹിത്യത്തിന്റെ കൈകളിലാണ് പാവപ്പെട്ട മനുഷ്യരെ എങ്ങളുള്ളത്. ഇനി ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, സമാധാന ചിത്തമായി വളരെ ശാന്തമായി. അള്ളാഹ് പടക്കാത്ത എന്തെങ്കിലും ഒരു വസ്തു ഈ ഭൂമിയിലുണ്ടോ? പടച്ചോനാണ് വായു നൽകി. മൊയ്തീശക്കാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? മമ്പർ നിങ്ങളാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നമ്മുടെ ഹൃദയം നിയന്ത്രിക്കുന്നത് പിന്നെ ഉള്ളാണ് നിങ്ങളാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ഉണ്ടോ? മുഹമ്മദ് നബീന്റെ ഹൃദയം നിയന്ത്രിച്ച മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കോ ചങ്ങൈമാരെ? ഔലിയാക്കള് മരിക്കോ ചങ്ങൈമാരെ? ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അവരുടെ ആരുടെയും കൺട്രോളിലോ നിയന്ത്രണത്തിലോ അല്ല ഇതെല്ലാം. ഞാനൊന്ന് അള്ളാഹിനോട് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് ഒരു കുറവ്? പടച്ചോനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു കുറവ്? എന്ന 39-ലെ 36-ാമത്തെ വചനം എന്തേ നമ്മൾ സ്വീകരിക്കാത്തത്? فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. കണ്ടോ? പടച്ചോനോടാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ ഔലിയാക്കളും തേടിയതും പ്രാർത്ഥിച്ചതും പടച്ചോനോടാണ്, പടപ്പുകളോടല്ല. അല്ലാഹുവിനോടാണ്. ആ അല്ലാഹുവിനെയാണ് ലോകത്ത് ഇസ്ലാം മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. അല്ല അല്ലാഹ് കേൾക്കൂലെന്നുണ്ടോ? അല്ലാഹ് കാണൂലെന്നുണ്ടോ? അല്ലാഹ് അറിയൂലെന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, സമസ്തക്കാര് പറയണം. എന്റെ എല്ലാ ദുആയും അല്ലാഹ്ക്ക് കേൾക്കാൻ കഴിയില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ദ്വാരുന്ന് എല്ലാവരും പടച്ചോന് തിരിയൂല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളത് പറയണം. വലം യകുല്ലഹു കുഫുവൻ അഹദ്. പടച്ചോന് തുല്യരായി ഒരാളുമില്ല. അല്ലാഹ് സമീആണ്, അല്ലാഹ് ബസീറാണ്, അല്ലാഹ് അലീമാണ്, അല്ലാഹ് ഖദീറാണ്, ഖദീമാണ്. എല്ലാം അല്ലാഹയാണ്. ആ അല്ലാഹുവിന്റെ ആ പടച്ചതമ്പുരാന്റെ ഏകത്വത്തെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. വേറൊന്നും ഞങ്ങൾക്ക് പറയാനല്ല. ഔലിയാക്കൾ മഹാന്മാരാണ്, അമ്പിയാക്കൾ മഹാന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ വഴി സ്വീകരിക്കുന്നത്. മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി നിങ്ങളൊന്ന് പഠിക്കണം. പടച്ചവനെ, ഞാൻ കഴിഞ്ഞൊരു 3 ദിവസം മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ആധികാരികമായ എഴുതിയൊരു ഗ്രന്ഥം വായിച്ചപ്പോൾ വല്ലാത്തൊരു കൗതുകവും അതോടൊപ്പം ഒരു അത്ഭുതവും അതോടൊപ്പം ഒരു വിഷമവുമാണ് എനിക്കുണ്ടായത്. ഈ മഹാനവർകളെയാണല്ലോ ഈ കൗം എന്തെല്ലാം ആക്കി തീർത്തിട്ടുള്ളത്. ബഗ്ദാദിലെ അദ്ദേഹം പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ലോകപ്രസിദ്ധമായത് അദ്ദേഹത്തിലൂടെയാണ്. ഒരു മുജദ്ദിദായ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മയിൽ നിന്നാണ് ധീരമായ, ബാപ്പ നേരത്തെ മരിച്ചുപോയി, ഉമ്മയിൽ നിന്നാണ് ധീരോദാത്തമായ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. വമ്പിച്ച ഓർമ്മശക്തിയും അറിവും ഖുർആനിനോടുള്ള പ്രതിബദ്ധതയും മനപ്പാടവും 10 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ലോകത്തോട് അദ്ദേഹത്തിന്റെ ഉപദേശം ശ്രദ്ധേയമാണ്. അത് വായിച്ചപ്പോൾ എനിക്ക്
വളരെ ഗൗരവമായി ഈ സമൂഹത്തോട് പറയാൻ അദ്ദേഹം തീർത്ത് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പടച്ചവനോടെ ചോദിക്കാവൂ, നിങ്ങൾ തേടുകയാണെങ്കിൽ റബ്ബിനോടെ തേടാകൂ. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞമ്മദക്ക ചായ ഇങ്ങോട്ട് തരൂ, മാധവ 2 കിലോ തക്കാളി ഇങ്ങോട്ട് താ, കുഞ്ഞവറാനെ എനിക്കിതാ മത്തിതാ എന്ന് പറയുന്ന ചോദ്യമല്ല അവിടെ ഉദ്ദേശം. മറിച്ച് ഞാൻ ഉദാഹരിക്കാം. വയനാട്ടിലെ ഒരു നല്ല പർവ്വതത്തിന്റെ മുകളിൽ കയറിയാണ് കുറച്ച് കുട്ടികളെ, യുവാക്കള്. അതിലൊരു ചെറുപ്പക്കാരൻ കാല് തെറ്റി താഴോട്ട് വീഴാണ്. അപ്പൊ അവന് കിട്ടിയ ഒരു പിടിവള്ളിയിൽ അവൻ പിടിച്ചു ശക്തമായി. അപ്പൊ അത് ഇങ്ങനെ പൊട്ടി വീഴാൻ, അത് അടർന്നു വീഴാൻ നിൽക്കുന്നു. ആ സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ അഗാധ ഗർത്തം. മേലെ ആർക്കും അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവൻ ഒരു കൈ വിട്ട് ഒരു കൈ കൊണ്ട് കയറി പിടിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവൻ നിൽക്കുകയാണ്. അപ്പൊ അവന്റെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവും. ഒരു മനസ്സിൽ അത് പുറത്തേക്ക് ചിലപ്പോൾ നാവ് പുറത്തേക്ക് വന്നില്ലെന്ന് വരും. അത്തരം ഘട്ടങ്ങളിൽ ഈ ശബ്ദം പുറത്തു വരില്ല. ആ ഘട്ടത്തിൽ അവന്റെ മനസ്സിൽ ഇങ്ങനെയാണ് ഉള്ളത് എന്ന് വിചാരിച്ചോ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. എങ്കിൽ അവൻ ഗുരുവായൂരപ്പനെ ആരാധിച്ചു. അവൻ ബൗദ്ധൈവ വിശ്വാസിയായി. ഇനി ആ സ്ഥാനത്ത് വേളാങ്കണ്ണി മാതാവേ എന്നാണ് അവന്റെ മനസ്സിലെങ്കിൽ അത് പ്രാർത്ഥനയാണ്. ജിന്നെ കാക്കണേ എന്നാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്. മലക്കെ കാക്കണമെന്നാണെങ്കിൽ അത് പ്രാർത്ഥനയാണ്. അവന്റെ മനസ്സിലുള്ളത് അതാണ്. ഇനി അല്ലാഹ് എന്നാണെങ്കിലോ അത് അല്ലാഹ്ക്കുള്ള പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ വിശദീകരിക്കാൻ ഞാൻ, മൊയ്തീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ എന്നാണ് മനസ്സ് തട്ടി കണ്ണുനീർ വാർത്ത് ആ കുട്ടി പ്രാർത്ഥിക്കുന്നതെങ്കിൽ, മോനെ നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? അങ്ങ് ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊയ്തീൻ ശൈഖ് വയനാട്ടിലെ ഈ മലയിൽ അബ്ദുൽ ഖാദർ എന്ന ഞാൻ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട്. എന്നെ അദ്ദേഹം കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് എന്നെ സഹായിക്കും. മോനെ നീ ശിർക്ക് ചെയ്തു, നീ ആ കൊക്കയിൽ വീണ് മരിക്കുന്നതിനേക്കാൾ ഭയാനകരമാണ് നീ മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചു മരിക്കൽ. കാരണം ഞങ്ങൾക്ക് തെളിവ് പറഞ്ഞു തരാം. നമ്മൾ പ്രവാചകന്മാരുടെ മാതൃക പിന്തുടരേണ്ടത്. പ്രവാചകന്മാരുടെ മാതൃക വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വൗഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. 21-ാം അധ്യായം 73-ാമത്തെ വചനം. എന്റെ പ്രിയപ്പെട്ട APK സുന്നികളെ, എന്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ ഖുർആനിക വചനം എന്റേതല്ല, അൽമനാറിന്റേതല്ല, KM മൗലവിയുടേതല്ല, പടച്ചോന്റെ വചനമാണ്. എന്താ അതിനർത്ഥം? അപ്രകാരം നാം പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അമ്പിയാക്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ അവരുടെ വഴി സ്വീകരിക്കൂ. കണ്ടോ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ നോക്ക്, ഇതുപോലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് യൂനുസ് നബിക്ക് ഉണ്ടായി, യൂസുഫ് നബിക്ക് ഉണ്ടായി. യൂസുഫ് നബിയെ സ്വന്തം സഹോദരങ്ങളെ പൊട്ടക്കിണറിലേക്ക് ഇട്ടു. അഗാധമായ കിണറിന്റെ അഗാധതയിൽ കിടന്ന് യൂസുഫ് നബി പ്രാർത്ഥിച്ചു. ആരോട്? പടച്ചവനോട്, അള്ളാഹുവിനോട്, പ്രപഞ്ചത്തിന്റെ നാഥനോട്, പരമകാരുണികനായ റബ്ബിനോട്. അദ്ദേഹത്തിന്റെ ബാപ്പ ഒരു നബിയായിരുന്നു. ഓർക്കണം, അദ്ദേഹത്തിന്റെ ബാപ്പ ഒരു നബിയായിരുന്നു. യൂസുഫ് നബിയുടെ ബാപ്പ ഒരു നബിയായിരുന്നു. പ്രാർത്ഥിച്ചില്ല, തീർന്നില്ല. യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടു. മക്കള് വരികയാണ്, ഇശാ സമയത്ത് കരഞ്ഞുകൊണ്ട്. അങ്ങനെ മക്കള് പറയാണ്, ബാപ്പാ യൂസുഫ് ഇങ്ങനെ ചാടി, ഞങ്ങൾ കളിക്കുന്നതിനിടയിൽ യൂസുഫിനെ ഞങ്ങളുടെ സാധനത്തിന്റെ അരികിൽ കാവൽ നിർത്തി. പക്ഷെ യൂസുഫിനെ ഒരു ചെന്നായ പിടിച്ചു വാപ്പ എന്ന് പറഞ്ഞ് ആടിനെ അറച്ചിട്ട്, ആട്ടിൻ പറ്റത്തിയിൽ അതൊന്നിനെ നമ്മൾക്ക് കണ്ടം മുറിക്കാലോ, ആ ചുടു ചോരയിൽ യൂസുഫിൻ ഷർട്ടൊന്ന് മുക്കിയെടുക്കാലോ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബിയുടെ ഡ്രസ് അഴിച്ചെടുത്ത് അതിൽ ആടിന്റെ രക്തം പുരട്ടി ബാപ്പാന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, സമസ്തക്കാർ അവതരിപ്പിക്കുന്ന ഔലിയാക്കളുടെ സങ്കല്പം അനുസരിച്ച് എന്താ പറയണ്ടത്? ചട്ടിപ്പടി ബാപ്പ മുസ്ലിയാരൊക്കെ അവസ്ഥയനുസരിച്ച് എന്താ, കള്ളന്മാരെ, നിങ്ങൾ അറുത്ത ആട് അതെവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അയച്ചെടുത്ത ഷർട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ വിചാരം എന്റെ മോനെ നിങ്ങൾ പൊട്ടക്കിണറില്ല, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എന്താ കരുതി ഞാൻ ഒരു നബിയാ, വലിയുമല്ല, ഞാൻ അള്ളാന്റെ ഒരു പ്രവാചകനാ എന്നല്ലേ ആ പ്രവാചകൻ പറയേണ്ടത്? ആ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? കാല ബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. അപാരമാണ് മുസ്ലിങ്ങളെ. ഖുർആനിലെ 12-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. എന്ത്? കാല ബൽ സവ്വലതു ലക്കും അൻഫുസകും അംറാ. എൻ്റെ മക്കളെ, നിങ്ങളുടെ മനസ്സൊരു കാര്യം നിങ്ങൾക്ക് ഭംഗിയാക്കി തോന്നിച്ചു, നിങ്ങളത് ചെയ്തു. പക്ഷേ ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്.
ഫസബ്റുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്. വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ, എൻ്റെ വേദന ഞാൻ അള്ളാഹിനോടാ പറയുന്നത്. മോൻ നഷ്ടപ്പെട്ടപ്പോൾ വേദന പറഞ്ഞ് മൊയ്തീൻ ശൈഖിനോടല്ല, മമ്മറും തങ്ങളോടല്ല, ഉള്ളാളം തങ്ങളോടല്ല എന്നായി പഠിപ്പിക്കുന്നത്. കണ്ടോ, മക്കളില്ലാത്ത ദുഃഖം പടച്ചോനോടാ പറയേണ്ടത്, പടപ്പിനോടല്ല എന്നാ അള്ളാഹ് പറയും. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ ഖുർആനിലില്ല നിങ്ങൾ പറയും, ഇത് ഖുർആനിലില്ല. മക്കളെ നഷ്ടപ്പെട്ടപ്പോ ഒരു നബി അതിനു മുമ്പ് മരിച്ചുപോയ ഒരു നബിയോട് പ്രാർത്ഥിച്ചു എന്നൊരു സൂക്തം, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ, bring the evidence. എവിടെ നിങ്ങളുടെ കയ്യിലെ എവിഡൻസ്? സൂറത്ത് ബഖറ 111. എവിടെ? അതില്ല. അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഉറപ്പിക്കുന്നത്. അതാ ഞങ്ങൾ നെഞ്ചു കൂടെ പറയുന്നത്. തീർന്നില്ല. യൂനുസ് നബി അലൈഹിസ്സലാം കേട്ടോ, യൂനുസ് നബി കടലിലേക്ക് ചാടേണ്ട ഒരു ഘട്ടം വന്നു. ഒരു വലിയ മത്സ്യം വന്ന് യൂനുസ് നബിയെ വിഴുങ്ങി. മത്സ്യത്തിന്റെ വയറ്റിലാണ് യൂനുസ് നബി. അല്ലയാ പറയണത്, ഒരു യുക്തിയും അതിലില്ല കേട്ടോ. ഒരു യുക്തിയും. കടലിലൊരാൾ വീഴുക, മത്സ്യം വന്ന് വിഴുങ്ങുക, എന്നിട്ട് അദ്ദേഹത്തിന് ഒരു പരിക്കും പറ്റാതിരിക്കുക, എന്നിട്ട് കടലിൻ്റെ അടിയിലാവുക, അദ്ദേഹം മരിക്കാതിരിക്കുക, എന്നിട്ട് മത്സ്യം അദ്ദേഹത്തെ കരക്ക് കൊണ്ട്, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് വേണമെങ്കിൽ മടവൂരികളും യുക്തിവാദികളും അതുപോലെ ഹദീസ് നിഷേധികളും ഒക്കെ ചോദിക്കും. പലരും ചേകനോട് ചോദിച്ച പോലെ, സലാം സല്ലമി ചോദിച്ച പോലെ അല്ലേ, അങ്ങനെ പലരും ചോദിക്കും. പക്ഷേ വളരെ ഗൗരവമായി മനസ്സിലാക്കിയത് ഖുർആനാ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണേ, രാത്രിയുടെ ഇരുട്ട്, കാർമേഘം ആവൃതമാകുമ്പോഴുള്ള ഭയാനകരമായ രണ്ടാമത്തെ ഇരുട്ട്. മൂന്നാമത്തെ ഇരുട്ട് സാഗരത്തിന്റെ ഉപരിതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തിരമാലകളുടെ ഇരുട്ട്. നാലാമത്തെ ഇരുട്ട് ഡീപ് സീയിലേക്ക് പോകുമ്പോൾ, ആഴക്കടലുകളിലേക്ക് ചെല്ലുമ്പോഴുള്ള, ഡെപ്തിലേക്ക് ചെല്ലുമ്പോഴുള്ള കറുപ്പ്. അത് അവിടെ നമ്മൾ രക്തം, നമ്മുടെ കൈ മുറിഞ്ഞാൽ പോലും രക്തം ചുവപ്പല്ല, നീല കളറിലാണ്, നീലയും പച്ചയും ചേർന്നൊരു കളർ. അത്ര ഡീപ് സീ. അപ്പൊ 4 ഇരുട്ട്. അഞ്ചാമത്തെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്. ഈ 5 ഇരുട്ടറകൾക്കുള്ളിൽ സാഗരത്തിന്റെ അന്തർഭാഗത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി നൂഹ് നബിയെ വിളിച്ചില്ല, ആദം നബിയെ വിളിച്ചില്ല, ഇബ്രാഹിം നബിയെ വിളിച്ചില്ല, അതുപോലെ ഇല്യാസിനെ വിളിച്ചില്ല, അലിയസിനെ വിളിച്ചില്ല, പൂർവ്വ പ്രവാചകന്മാരെ വിളിച്ചില്ല, മലക്കുകളെയും ജിന്നുകളെയും വിളിച്ചില്ല, അംബിയ ഔലിയാക്കളെ വിളിച്ചില്ല, പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതാ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൗരോഹിത്യങ്ങളോട് പറയാ, നിങ്ങൾ ഇന്ന ദർഗയിൽ പോയിക്കോളി, ഇന്ന തങ്ങളെടുത്ത് പോയിക്കോളി. ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി സാന്ദർഭികമായിട്ട് ചോദിച്ചോട്ടെ. ദർഗയിലെ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്തോളൂ എന്ന് പ്രഖ്യാപിച്ചു, എന്നാൽ അവിടെ പെട്ടി വെക്കൂല, പിരിവൊന്നുമില്ല. അങ്ങനെ തീരുമാനിക്കാനുള്ള ധൈര്യം ഉണ്ടോ ഇരു സമസ്തക്കാർക്കും? ഏത് ഇപ്പോ വലിയ വലിയ ദർഗയില് ഒരു പിരിവുമില്ല, മക്കയിലും മദീനയിലും ഇല്ലല്ലോ, കാരണം അവിടെ ഞങ്ങളാ സെൽഫികള്. അതുകൊണ്ട് നിങ്ങളും രക്ഷപ്പെട്ട്. ഏത് ഇപ്പൊ നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കേ, നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കേ. സൗദി അറേബ്യ ഭരിക്കുന്നത് സെലഫികളാണ്. അതുകൊണ്ട് സമസ്തക്കാരൻ രക്ഷപ്പെട്ട്, തബ്ലീഗുകാരൻ രക്ഷപ്പെട്ട്, ജമാഅത്തെ ഇസ്ലാമി രക്ഷപ്പെട്ട്, എല്ലാവരും രക്ഷപ്പെട്ട്. കാരണം നിങ്ങൾ നോക്കേ, മക്കാമി ഇബ്രാഹിം മുത്താൻ $50,000. എന്താകുന്നു കൗമിന്റെ അവസ്ഥ? AP ഉസ്താദ് ആണെങ്കിൽ, റഹ്മത്തുള്ള കാസിമിയൊക്കെ ആണെങ്കിൽ സംസം ഒരു ബോട്ടൽ 1 ലക്ഷം. കനത്തിൽ പോകുന്ന വെള്ളം 25,000 വിറ്റ മനുഷ്യനാ. ഈ ഗ്ലാസിന്റെ വലുപ്പത്തിൽ ഇത്തിരി വെള്ളം, അത് നബീന്റെ മുടിയിട്ടള്ളാണ്, റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളാണ്. എന്നിട്ട് 25,000 റുപ്യ ഇത്തരമുള്ളൊരു ഗ്ലാസ് വെള്ളത്തിന്. റഹ്മത്തുള്ള കാസിമിക്കായിരുന്നു സംസമിന്റെ ഉത്തരവാദിത്തമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? മക്കത്ത് സംസം ഒറ്റ ദിവസം കൊണ്ട് തീരും. ഞങ്ങളായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട്, ഫ്രീ സർവീസാ. അതുകൊണ്ട് നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ സമസ്തക്കാർ പ്രാർത്ഥിക്കണം, മുജാഹിദുടെ കയ്യിൽ തന്നെ ഹറമിന്റെ ഉത്തരവാദിത്തം ഏൽക്കട്ടെ. അല്ലെങ്കിൽ അവിടെ ഏതും നിങ്ങൾ ചടങ്ങാക്കും, ഏതും സഫാ കുന്ന് കയറാൻ 5,000, മറുവയിലേക്ക് നടക്കാൻ 2,000. അവിടെ ഞങ്ങളായതുകൊണ്ടോ ഒന്നും ബിസിനസ് അല്ല. ഇനി അവിടെ ഒരു ഉണ്ടിപ്പട്ടി വെച്ചാലുള്ള സ്ഥിതി എന്താ? 50 ലക്ഷം ആളുകൾ, 38 ലക്ഷം 40 ലക്ഷം ആളുകൾ അവിടെ ഒരു ഹജ്ജിന്റെ സീസണിൽ പങ്കെടുക്കുന്നത്. 1 രൂപ ഇട്ടാ പോലെ, 1 റിയാല് സൗദിയിലെ $1 ഇട്ടാ പോലെ. അവിടെ എന്തല്ലാത്തത്? അതാണ് വമാസ്അലകും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രി ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. പടച്ചോന്റെ അടുത്തുന്ന പ്രതിഫലം. ഹാജിമാരെ അള്ളാന്റെ അതിഥികളാ, ഓലട്ട് പെട്ടടിക്കരുത്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലോ ദർഗയിലും കണ്ടാവും നൂല് കെട്ടിവെച്ചിട്ട്, യാസി ഒരു കെട്ട് 15 റുപ്യ റെസീപ്റ്റ്, അടുത്ത കെട്ട് 35 റുപ്യ. ഒക്കെ പിട്ടടി തന്നെ, ഒക്കെ പിട്ടടി തന്നെ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ? നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ദർഗയിൽ പിരിവില്ല, എന്നാ എന്താ ഉണ്ടാകുക എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിന്റെ ദർഗയിൽ പിരിവില്ല.
അല്ല CM വലിയുള്ളാന്റെ ദർഗയിൽ പിരിവില്ല നോക്കിക്കോളി. എന്താ ഉണ്ടാകുക അറിയോ? ഒരു 2 ആഴ്ചയൊക്കെ മൊയ്ലിയന്മാർ കാത്തു നോക്കും. 3-ാമത്തെ ആഴ്ച എന്താ പറയാറോ? പണ്ടാര പകയാ ജേതൗലിയാൻ വേണ്ടില്ല, വരുമാനമില്ലാത്ത അന്നെന്തിനാ പോടുന്നു എന്നോട് പോകും. ധൈര്യമുണ്ടെങ്കിൽ ദർഗയിൽ പിരിവില്ലാതെ എവിടെയാ? ബക്കീൽ ഉർക്കത്തിൽ പിരിവുണ്ടോ? റസൂലുള്ളാഹിന്റെ ഖബറിസ്ഥാനിൽ പിരിവുണ്ടോ? ഉണ്ടോ? എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായോ? അപ്പൊ ഫുലൂസാണ്. സത്യത്തിലുണ്ടല്ലോ ഹുബ്ബുർ റസൂൽ അല്ല, ഹുബ്ബു ഫുലൂസ്. എന്ത് ഹുബ്ബു ഫുലൂസ്? ഫുലൂസിനോടുള്ള അടങ്ങാത്ത ഹുബ്ബ്. ബസ് കയറിയാൽ ഉസ്താദുമാർ പറയലെന്നതറിയാം. ഇന്നിപ്പോ എത്ര സ്ഥലത്ത് പോയി? പണ്ടൊക്കെ നബിദിനം റബീഉൽ അവ്വൽ 12-ന് കഴിയായിരുന്നു. ഇപ്പൊ എങ്ങനെ അറിയോ? ഇപ്പൊ ഒരു മാസം ഫുള്ള് നബിദിനാഘോഷം. കാരണം എന്താ? ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് 3 ബിരിയാണിയൊക്കെ അല്ലാണ്ട് തിന്നാൻ പറ്റും. അപ്പം 30 ദിവസവും നബിദിനം എല്ലാ സ്ഥലത്തും തിന്ന പള്ളറച്ചു. സത്യത്തിൽ എന്താ ഉണ്ടാകലെന്നറിയോ? ഞാൻ നിങ്ങൾ പറഞ്ഞ പണ്ട് കാലത്തൊക്കെ എൻ്റെ നാടുകളിലൊക്കെ മൗലൂദ് കഴിക്കാൻ ഉസ്താദുമാർ വരും. അപ്പോൾ തലക്കാണിയൊക്കെ ഇട്ട് വളരെ ഉഷാറിൽ ഉസ്താദ് ഇങ്ങനെ ആടി മൗലൂദൊക്കെ ചൊല്ലി നല്ലോണം. അന്ന് കുട്ടികൾ വരെ പട്ടിണി എടുക്കും. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മക്കൾ കരഞ്ഞാലും ആദ്യം ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കൊടുക്കൂല, ഉസ്താദിന് കൊടുത്തിട്ടല്ലാതെ. അങ്ങനെയായിരുന്നു അന്ന്. എന്നിട്ട് എന്താ ഉണ്ടാവുക? കുട്ടികളൊക്കെ കരഞ്ഞും ക്ഷീണിച്ചും കുട്ടികളിങ്ങനെ കോഴിമുട്ടയിലേക്ക് നോക്കും, കോഴിക്കാലിലേക്ക് നോക്കും. ഇതൊക്കെ ഉസ്താദിനുള്ള. ഉസ്താദോ കുട്ടികളെയും മക്കളെയൊക്കെ നരകത്തിലേക്കാണ് നയിക്കുന്നത്. അതിനാണ് ഉസ്താദിന് ഇതൊക്കെ കൊടുക്കണേ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് കുട്ടിക്കൊന്നും കൊടുക്കൂല, സ്വന്തം മക്കൾക്ക് അധ്വാനിച്ചിട്ട്. അഥവാ ഉമ്മാന്റെ അടുത്ത് വെച്ച് ഉസ്താദിന് പൊരിച്ചു വെച്ച ചിക്കൻ എടുത്താൽ ഒറ്റയടിയാ നമുക്ക് ഉസ്താദിന്റെ ചിക്കൻ അറിഞ്ഞു എനിക്ക് എന്നൊഴിക്കും. എന്നിട്ട് എന്താ ഉണ്ടാകുക? ഇതൊക്കെ തിന്നിട്ട് ഉസ്താദ് മുറ്റത്തേക്ക് ഇറങ്ങിക്കും. എന്നിട്ട് ചോദിക്കും, അജയരെ ഞാൻ ടോർച്ച് ഇങ്ങനെ പിടിക്കും. അജയരെ എന്നാല് ഞാൻ പോട്ടെ ടോർച്ചിന്റെ കല എങ്ങനെ ശരിയാ? അല്ല അജയരെ ഞാൻ പോട്ടെ. എന്തിനാപ്പം നിൽക്കണറിയോ? ചോന്ന നോട്ട് മടക്കിയിട്ട് കൈ കിട്ടണം, അതിന് കാത്തിക്കുക. അതിനാ ടോർച്ചിന്റെ കട്ട ലെവലാക്കണേ. ഒരു ദിവസങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്താ പെങ്ങൾ ഇങ്ങനെ ടോർച്ച് ലെവലായി കളിക്കണം? ഇങ്ങോട്ട് ഇരിക്കും, ഞാൻ നന്നായി തരാം, പൂയൂടി അറിയാം. അത് നന്നാക്കി കയ്യിലേക്ക് കൊടുത്ത് പൂയൂടി അറിയാം. അടുത്ത സീസണിൽ വിളിച്ച എന്താ ഉണ്ടാകറിയോ? ഡയറി ഇങ്ങോട്ട് എടുക്കും. എല്ലാ ദിവസവും ഫുള്ളായി പോയി, ഇപ്രാവശ്യം നിങ്ങൾ എടുത്ത് വരാൻ പറ്റൂല. കഴിഞ്ഞല്ലോ. സത്യത്തിൽ അതല്ലേ ഇവിടെ നടക്കുന്നത്? പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യാം. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان لا يأكلون أموال الناس بالباطل ويصدون عن سبيل الله. വല്ലാത്തൊരു ഖുർആനിക വചന. നമ്മുടെ പൗരോഹിത്യത്തെ കുറിച്ച് അള്ളാഹ് പറയുന്ന ഒരു വചന. ഖുർആനിലെ 9-ാം അധ്യായം 34-ാമത്തെ വചനം. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? മനുഷ്യരെ പണ്ഡിതന്മാരിലും പെട്ട ഭൂരിപക്ഷം ആളുകൾ നിങ്ങളുടെ ധനം അന്യായമായി തിന്നുകയാണ്. അന്യായമായി. ഏറ്റവും വലിയ മുടി വിവാദം. ഇപ്പൊ വീണ്ടും മുടി വിവാദം വരികയാണ്. എന്താ അവസ്ഥ? മുടി വിവാദത്തിന്റെ അവസ്ഥ എന്താ? ഇത് നബീന്റെ അല്ലെന്ന് ഉറപ്പാണ്. അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ സുന്നികൾ ശക്തമായി എതിർത്തു, മുജാഹിദുകൾ ശക്തമായി എതിർത്തു, എല്ലാ മുസ്ലിം സംഘടനകളും ശക്തമായി എതിർത്തു. എന്തിന്? റസൂലുള്ളാഹിന്റെ തിരികേശത്തെ എതിർത്തതാണോ? അല്ല, റസൂലുള്ളാഹിന്റെ തിരികേശമല്ല, താരുടെയോ തിരികേശം എന്ന് പറഞ്ഞ് അത് നബീന്റേതാണ് കളവ് പറഞ്ഞു. മാത്രവുമല്ല, സമസ്തക്കാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം, ചുരുങ്ങിയ സാബിമാരുടെ കയ്യിലായിരുന്നു റസൂലുള്ളാഹിന്റെ മുടി. അതെന്തായി എന്നറിയോ നിങ്ങള്? ജാബിർ റളിയല്ലാഹുവിനെ അനസ് റളിയല്ലാഹുവിനെ ആരും മരിക്കുമ്പോൾ അവരെന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തെന്നറിയോ? അവര് ചെയ്തത് അവരുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് ഖബറടക്കി. നിങ്ങൾക്കൊരു നബീന്റെ മുടി ഉണ്ടായിരുന്നവരൊക്കെ. ഇപ്പോ ഒരു മുനാഫിക്ക് വന്നിട്ട് പറയാണ്, എന്റെ ബാപ്പ വലിയ മുനാഫിക്കായിരുന്നു ആ കുട്ടിയുടെ ബാപ്പ. അയാൾ മരിച്ചപ്പോ എന്റെ ബാപ്പാക്ക് ഒരാഗ്രഹമുണ്ട്, നബീന്റെ ജുബ്ബ കുപ്പായത്തിൽ കഫൻ ചെയ്യണോ. അപ്പൊ കുറെ ആളുകൾ ചൂടായി, നബിയെ മുനാഫിക്കാണ്, കൊടുക്കരുത്. റസൂൽ കൊടുത്തു. ഇനി നിങ്ങൾ ചിന്തിക്ക്, എന്താ കുട്ടി പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ഡ്രസ്സിൽ എന്റെ ബാപ്പാനെ കഫൻ ചെയ്യണോ. ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, വിവേകമുള്ളവരെ, ആ ജുബ്ബ കുപ്പായം പിന്നെ ലോകത്ത് മ്യൂസിയത്തിൽ ഉണ്ടാവുമോ? ഖസറജിന്റെ കയ്യിൽ ആ ജുബ്ബ എത്തുവോ? അതാ ബാപ്പാന്റെ ശരീരത്തിൽ കിടന്ന് മയ്യത്ത് ഖബറിന്റെ അടിയിൽ. ഖബറില് ആലോചിക്കണം. പോയിന്റ് 1. പോയിന്റ് നമ്പർ 2, നബിയിൽ ഒരു വടി ഉണ്ടായിരുന്നു. അതിനെന്ത് സംഭവിച്ചു? സമസ്തയുടെ പുസ്തകത്തിൽ തന്നെ പറയട്ടെ, അത് അനസ് റളിയല്ലാഹുവിന്റെ ഈ ശരീരത്തിന്റെ ഭാഗം നമ്മളിങ്ങനെ കൈ വെച്ചേ അവിടെ വെച്ചിട്ട് കഫൻ ചെയ്തു. അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് ശരീരമായിട്ട് സങ്കല്പിച്ചോളൂ, ഈ മൈക്ക് ശരീരമായിട്ട്. അപ്പോ വടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഫൻ ചെയ്തു.
ഈ ഹദീസ ചരിത്രമാണ്. ഇങ്ങനെ കഫൻ ചെയ്തു, എന്നിട്ട് ഇതെന്ത് ചെയ്തു? ഇതുകൊണ്ട് ഈ ഖബറിൽ വെച്ചു. ഇനി പറയൂ, റസൂലുള്ള കുത്തിപ്പിടിച്ച ഈ വടി ഖസർജിയുടെ മ്യൂസിയത്തിലെത്തുവോ കാന്തപുരത്തിന്റെ മർക്കസിലെത്തുവോ? ബുദ്ധിയുള്ളൊരു ചിന്തിക്ക്, ബുദ്ധിയുള്ളോല് അത് വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യിപ്പിക്കൂല എന്നാണോ? അവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഏറ്റവും കൂടുതൽ മുആവിയയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്താ ഉണ്ടായത്? അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തു, എൻ്റെ മുഖത്തും എൻ്റെ നെഞ്ചിലും ഒക്കെ നബിയുടെ മുടി വിതറി അതിൻ്റെ കൂടെ കഫൻ ചെയ്യണം. അതൊക്കെ സമസ്തയുടെ പുസ്തകത്തിലുള്ളതാണ്, സമസ്തക്കാരെഴുതിയ പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ആ മുടി അദ്ദേഹത്തിന്റെ കഫൻ പുടവയിൽ വെച്ച് ഖബറിലെ എന്ത് സംഭവിച്ചു? ആ മുടി പിന്നെ ഖസറജിയുടെ അടുത്തെത്തുവോ? നബിയുടെ മുടിയും നബിയുടെ വേർപ്പും ഉണ്ടായിരുന്നു എന്നതും അതിന് ബർക്കത്തുണ്ട് എന്നതും സ്വഹാബത്ത് ബർക്കത്തെടുത്തിരുന്നു എന്നതും ഒരാൾ നിഷേധിച്ചാൽ അവൻ ആ വിഷയത്തിൽ ഇസ്ലാമെന്ന്, ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് അവൻ അന്യമാണ്. എന്നാൽ നമ്മുടെ വാദം എന്താണ്? അത് ചരിത്രപരമായി ഇവിടെ നിലനിൽക്കുന്നില്ല. അത് ഉണ്ടായിരുന്നതൊക്കെയും സഹാബത്തിന്റെ ശരീരത്തിലും അവർ കഫംപുടവ ചെയ്തിടത്തും അത് വെച്ച് കഫംപുടവ ചെയ്ത് കഴിഞ്ഞു. അത് ലോകത്തുനിന്ന് മണ്ണിന്റെ ഭാഗമായി തീർന്നു. ഇതാണ് സെലഫികളുടെ വാദം. അത് കളവ് പറഞ്ഞ് ഇവിടെ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായൊരു പോയിന്റ് പറഞ്ഞുതരാം. കാന്തപുരത്തെക്കാളും റസൂലുള്ളാഹിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്നേഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും നിങ്ങൾക്ക് സമ്മതിച്ചൂടെ? സമസ്തക്കാർക്ക് ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് കാന്തപുരത്തിനേക്കാളും അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുമോ? എങ്കിൽ ഞാൻ നിങ്ങളോട് പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുന്നു. 2 വർഷവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് 2 റബീഉൽ അവ്വൽ വന്നിട്ട് 2 ജന്മദിനം വന്നിട്ട് നബിയുടെ മുടി അവരുടെ കയ്യിലുണ്ടായിട്ട്, ഇതാണ് പോയിന്റ്, അവരെ കയ്യിൽ ഒറിജിനലായിട്ടുണ്ടായിട്ട് റസൂലുള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പ് അവരുടെ കയ്യിലുണ്ടായിട്ട് മസ്ജിദുൻ നബവിയിൽ ആ മുടിയിട്ട വെള്ളം സപ്ലൈ ചെയ്തൊരു അനുഭവം മദീനത്തുണ്ടായോ? ഇല്ല, ഇല്ല. ആ നിങ്ങൾ നോക്കണേ, 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിടൂല എന്ന് പറഞ്ഞേ. അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്. എൻ്റെ ഈ നാട്ടിലുള്ള മനുഷ്യരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം. 10 റബീഉൽ അവ്വൽ വന്നിട്ട് 10 ജന്മദിനം ഉണ്ടായിട്ട് ആ ജന്മദിനം കൊണ്ടാടിയോ? ഇല്ല. നബിയുടെ മുടി പ്രദർശനം നടത്തിയോ? നബിയുടെ മുടിയിട്ട വെള്ളം കൊടുത്തോ? കാരണം നബിയുടെ മുടിയിട്ട വെള്ളത്തിന് ബർക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചവർ ആ സ്വഹാബിമാര്. ആ സ്വഹാബിമാര് ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തോ? ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർന്നില്ല, പോകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെയും കാലമാകുമ്പോഴേക്ക് ഇസ്ലാമിന്റെ ബൗണ്ടറി വികസിച്ചു. എല്ലാവർക്കും അറിയാലോ, സാമ്രാജ്യങ്ങൾ കടന്ന് വമ്പിച്ച വികാസമുണ്ടായി അല്ലേ? ആ വികാസമുണ്ടായപ്പോൾ പല നാട്ടിലും പള്ളി ഉണ്ടാക്കി. ശരിയല്ലേ? ഇസ്ലാമിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ പല നാട്ടിലും എന്തുണ്ടായി? പള്ളി ഉണ്ടാക്കി. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, നബീന്റെ മുടി സൂക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കിയോ? ഇപ്പൊ കാന്തപുരം എഴുതി വെച്ച ബോർഡിൽ എന്താ ഉള്ളത്? തിരുകേശം സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രം അല്ലേ? ബോംബെന്ന് കൊണ്ടുവന്നതാണ്. മനസ്സിലായോ? ഇനി ഒരു 5-8 കൊല്ലം കഴിഞ്ഞാൽ വേറെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരും പല മുടികളും. അതിന് പല കോലവും ഉണ്ടാവും. അതൊന്നും സ്വീകരിക്കേണ്ടത് നമ്മളല്ല. ഏതോ ഒരു ചെങ്ങായിന്റെ മുടി കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തിലിട്ട് കുടിക്കേണ്ട ഒരു ഗതികേട് സമസ്തക്കാർ നിങ്ങൾക്ക് നിങ്ങൾ ഉസ്താദ് ഉണ്ടാക്കിയില്ലേ? അയാളെ കരാളാസ്തങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ നമുക്ക് രക്തസാക്ഷിയാകേണ്ടി വന്നാലും സന്തോഷം. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഏതോ ഒരു ചെങ്ങായിന്റെ വയന അങ്ങ് ബോംബെയിലുള്ള ഒരു ജാലിയൻ വാലന്റെ മുടിയിട്ട വെള്ളം കുടിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ. നിങ്ങൾ ഉസ്താദ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ. പരലോകത്തെത്തിയിട്ടായിരിക്കും നിങ്ങൾ അറിയാം. അന്നായിരിക്കും ഇങ്ങനെ കണ്ണും തുറച്ച് ഇങ്ങനെ നിൽക്കുക. നോക്കൂ, അല്ലാഹുവേ, ഈ സാദാത്യങ്ങളും കുബറായിങ്ങളും ഈ പണ്ഡിതന്മാർ ഞങ്ങളെ ചതിച്ചല്ലോ റബ്ബേ. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഞങ്ങളെ കാരണവന്മാര് കാക്കമാര് അവരൊക്കെ ചെയ്ത് മതി ഞങ്ങൾക്ക്. ഇതാണ് ആളുകളുടെ കോലം. അതുകൊണ്ട് തന്നെ നമ്മൾ വസ്തുത ശരിക്ക് പഠിക്കുക, വസ്തുതകളെ ശരിക്ക് വിലയിരുത്തി. ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. അലം യഅതികുൻ നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ.
ഖുർആനിലെ 60-ാം അധ്യായം 8, 9, 10 വചനങ്ങൾ. എന്താ അതിൻ്റെ അർത്ഥം? അല്ല, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ അവർ പറയും അതെ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ കേട്ടില്ല. കൂക്ക് വിളിച്ചു, നോട്ടീസ് കീറി, സ്റ്റേജ് കയ്യേറാൻ ശ്രമിച്ചു, കള്ളവാർത്തകൾ കൊടുത്തു, തെറ്റായ ഇൻഫർമേഷൻ നൽകി, ഇതൊക്കെ ചെയ്തു. ഞങ്ങൾ കേട്ടില്ല. ഫക്കദ്ദബനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ. അല്ലാഹ് ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ തട്ടിക്കളഞ്ഞു. ഈ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. നരകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടരുത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. പാവം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ലല്ലോ നബീനെ ചീത്ത പറയുന്നവരാണ് ഇവർ എന്ന് നിങ്ങൾ എഴുതി കൊടുത്തു. അത് പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താലേ പരിപാടി. ഞങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു? ഞങ്ങൾ നബീനെ ചീത്ത പറയുന്നുണ്ടല്ലോ ഒപ്പിട്ട് കൊടുത്തേ. ഞങ്ങൾക്ക് ഈ പരിപാടി ജനങ്ങളെ അറിയിക്കണം. ഹുദൈബിയ സന്ധിയിൽ അള്ളാഹുവിൻ്റെ റസൂല എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ എന്താ പറഞ്ഞു? അത് വെട്ടിമാറ്റിയാലേ അനുവദിക്കും. റസൂലിനറിയാം റസൂൽ അള്ളാഹിൻ്റെ റസൂലാണ്, എന്നിട്ടും വെട്ടിമാറ്റി. അലിയാർ തങ്ങൾ തയ്യാറാകുന്നവർ. കാരണം എന്താ? വരാനിരിക്കുന്ന ഒരു വലിയ ദൈവത്താണ്. അതുകൊണ്ടാണല്ലോ 3000 ആളുണ്ടായിരുന്നു അന്ന് ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ. പിന്നെ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ എന്തുണ്ടായി? 7000 ആളാണ് ഒറ്റക്കൊല്ലം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന്. 10000 കണ്ടോ? അതിന് ഞങ്ങളും ഒപ്പിട്ടു. ഏത്? നബീനെ ചീത്ത പറയുന്നവരെയാണ്. നബീനെ ചീത്ത പറഞ്ഞ, നബിയെ നിന്ദിച്ചവർ ഇവിടുത്തെ സമസ്തക്കാരുണ്ട്. അത് ഞാൻ ഏത് ഗ്രന്ഥം ധരിച്ചും തെളിയിച്ചു തരും. ഞങ്ങളല്ല, ഞങ്ങൾ റസൂലുള്ളാഹിനെ ശരിക്കും ലോകത്തിന് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ചൂഷണം ചെയ്യുന്നൊരു കഥാപാത്രമാക്കി നബി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. അതൊരു ശരിയാണ്. നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാനുള്ളൊരു കഥാപാത്രമാക്കി റസൂലുള്ളാഹിനെ. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മലയാളികൾ ജീവിക്കുന്നിടത്ത് നബിയെ വിമർശിച്ച യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഏറ്റവും കൂടുതൽ മറുപടി കൊടുത്ത പ്രസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ഇസ്ലാമിനെ വിമർശിച്ച ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും ഇതര വ്യത്യസ്ത വിഭാഗത്തിലെ തീവ്രമായി മതത്തെ എതിർക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ മറുപടി കൊടുത്ത പ്രവാചകന്റെ പ്രോജ്വലിമ ലോകത്ത് പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, കേരളക്കരയിൽ പിന്നെ റാലി ഇല്ലാത്ത, റോഡ് ബ്ലോക്ക് ഇല്ലാത്ത, പ്രകടനമില്ലാത്ത, പൊതുമുതലുകൾ നശിപ്പിക്കാത്ത, അനാവശ്യ സമരമുറകളില്ലാത്ത, ഹർത്താലിന് ആഹ്വാനം ചെയ്യാത്ത ഏക മുസ്ലിം സംഘടന അത് മുജാഹിദ് പ്രസ്ഥാനം മാത്രം. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമരമുറകളിൽ ഇതില്ല, നബി പഠിപ്പിച്ച മാർഗങ്ങളിൽ ഇതില്ല. അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ താടി നീട്ടിയവർ മുജാഹിദുകളിലാണ്. എന്തുകൊണ്ട്? എല്ലാ പ്രവാചകന്മാരും സമൃദ്ധമായി താടി നീട്ടി. എല്ലാ പ്രവാചകന്മാരും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങളും താടി നീട്ടാൻ പറയുന്നു, നീട്ടണമെന്ന് പറയുന്നു, നീട്ടൽ നിർബന്ധമാണെന്ന് പറയുന്നു, വടിക്കൽ ഹറാമാണെന്ന് പറയുന്നു. അത് പ്രവാചകന്റെ സുന്നത്താണ്. ആർക്കും എതിരായിട്ടല്ല, ഭീകരവാദികളായിട്ടല്ല, തീവ്രവാദികളായിട്ടല്ല. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരാചാര്യൻ വരും, മുഹമ്മദ് നബി എന്ന പേരിൽ ഖ്യാതി നേടും, ലിംഗഛേദശിഖാഹീന. അങ്ങനെ മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യും, താടി സമൃദ്ധമായി നീട്ടും, അവർ കുടുംബ വെക്കുകയില്ല, മുടി നീട്ടും, എണ്ണ വാർന്ന് ചീകി വെക്കും എന്നൊക്കെ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, മരിച്ചുപോയി. നമ്മൾ ഏത് നിമിഷവും മരിച്ചുപോയി. അതിനിടയിൽ വിഷയങ്ങൾ പഠിക്കണം. നാക്കാലികളെ പോലെ ചത്തൊടുങ്ങാനുള്ള അല്ല നമ്മുടെ ജീവിതം. ഏത് നിമിഷവും വന്നു ചേരാവുന്ന ഒരു ആക്സിഡന്റ്, ഒരു മരണം ആർക്കും വരാം. ഏത് ഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിക്കുക, നാളെന്താ അങ്ങക്ക് സംഭവിക്കുക, ഒരാൾക്കും പറയാനാവില്ല. അതുകൊണ്ട് ഈ ഒരുപാട് ടൗണിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എൻ്റെ ആരോഗ്യം പരിഗണിച്ച് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം. എന്താണ് ഖുർആൻ എന്ന് പഠിക്കണം, എന്താണ് സുന്നത്ത് എന്ന് പഠിക്കണം. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കൊക്കെ ഇത് കൊണ്ടുപോയി കൊടുക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. 100 കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു. ഇന്ന് വരെ തീവ്രവാദത്തിന്റെ പേരിൽ ഒരുത്തൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ നിങ്ങൾ ആലോചിക്കണം. ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തീവ്രവാദത്തിന്റെ പേരിൽ ഒരു കുഞ്ഞും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ ആലോചിക്കണം, ശരിക്കും ചിന്തിക്കണം. മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കെ എം മൗലവിയും വക്കം മൗലവിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോടൊപ്പവും അതുപോലെ തന്നെ കെ പി കേശവമേനോന്റെ കൂടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മീ മൊയ്തു മൗലവിയും ഒക്കെ നയിച്ചൊരു മഹാപ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനം ഒരിക്കലും ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കണ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. സമസ്തയിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ നല്ലോരൊക്കെ തന്നെ. ഇപ്പം എനിക്ക് ഒരു സഖാഫി അയച്ച മെസ്സേജ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് എത്രത്തോളം ഈ വസ്തുത അറിയാം. എൻ്റെ ഓച്ചിറ ക്ഷേത്രത്തിലെയും പല ക്ഷേത്രങ്ങളെയും പ്രസംഗം ഒരു സഖാഫി കേട്ടു. അയാൾ മർക്കസിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കേണ്ട
എന്താ മെസ്സേജ്? ഡിയർ ബാലുശ്ശേരി, എനിക്ക് ഓച്ചിറ ക്ഷേത്രത്തിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാനിപ്പോൾ താങ്കളുടെ പ്രസംഗം കേൾക്കുന്നു, എല്ലാം നല്ല വിഷയങ്ങൾ തന്നെ. പക്ഷേ എനിക്കൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എന്താണ് ആ ദുഃഖം? സഖാബി പറയാൻ, നിങ്ങളൊരു പിഴച്ച പ്രസ്ഥാനത്തിലെ മെമ്പർ ആയി പോയല്ലോ എന്നൊരു ദുഃഖം മാത്രം. നോക്ക്, എന്റെ പ്രസംഗം നല്ലതാണ്, ഞാൻ അവതരിപ്പിച്ച വിഷയം നല്ലതാണ്, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിയർ ബാലുശ്ശേരിയായത്. അല്ലെങ്കിൽ എന്നെ ബാല എന്നാ വിളിക്കല് സമസ്തക്കാര്. ബാല നമ്പൂതിരി എന്നും വിളിക്കും, ബാലേട്ടാന്നും വിളിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവർ എന്നെ വിളിക്കാറുള്ളത്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, എന്തോ ആവട്ടെ, അത് നമുക്കിവിടെ പ്രശ്നമല്ല. എൻ്റെ ബാപ്പ എനിക്കിട്ട പേരേ അല്ല വിളിക്കുള്ളൂ. അത് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. അവിടെ ബാലാന്ന് വിളിക്കൂല, എന്നെ അവിടെ മുജാഹിദ് എന്ന് വിളിക്കും. നല്ലൊരർത്ഥമുള്ള പേരാണത്. അതെങ്കിലും തിരിച്ചറിയാം. താബികളിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ പേരായിരുന്നു മുജാഹിദ്. നല്ല ഒരു ഹദീസ് പണ്ഡിതനും തഫ്സീർ നൽകിയ മഹാപണ്ഡിതനുമായിരുന്നു മുജാഹിദ്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് എൻ്റെ പിതാവിട്ട പേരാണ് മുജാഹിദ്. അതിനെ അങ്ങനെ വിളിക്കലാണ് നിങ്ങൾക്ക് പടച്ചോന്റെ അടുത്ത് പുണ്യം കിട്ടാൻ നല്ലത്. അതിനെ മോശമാക്കി വിളിച്ചാൽ നിങ്ങൾക്ക് പോയി എന്നതല്ലാതെ എനിക്കതിലൊരു പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ തീവ്രവാദത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തീവ്രവാദികളാണ് ഇവര്, ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ എതിർത്ത് പ്രസംഗിച്ച ആളുകളാരാ? മുജാഹിദ് പ്രസ്ഥാനമല്ലേ? ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ എതിർത്ത, NDF-ന്റെ തീവ്രവാദത്തെ ത്വാത്വികമായി എതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരെ ക്ഷണിക്കല്? മുജാഹിദുകളെയല്ലേ? മുജാഹിദ് പണ്ഡിതന്മാരെയല്ലേ? അല്ലേ? ചോദിച്ചു നോക്കേ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്ക്, ET മുഹമ്മദ് ബഷീർ സാഹിബിനോട് ചോദിക്ക്. താത്വികമായി തീവ്രവാദത്തെ ഖുർആനും സുന്നത്തും ധരിച്ച് എതിർക്കാൻ മുജാഹിദുകളല്ലാതെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് ആർക്കെങ്കിലും ഒരു സ്റ്റേറ്റ് സമ്മേളനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കല്ലാതെ. മതം മനുഷ്യ സൗഹാർദ്ദത്തിന് പാലക്കാട് കോട്ട മൈതാനിയിൽ 1992 അബ്ദുൽ നാസർ മഅദനി ഇന്ന് അദ്ദേഹത്തോട് ഈ ഭരണകൂടം ചെയ്യുന്നത് ഭരണകൂട ഭീകരതയാണ്, തോന്നിയാസമാണ്, നീതിയില്ലായ്മയാണ്, സത്യം പാവമാണ് ആ മനുഷ്യരോട് ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ അബ്ദുൽ നാസർ മഅദനി ISS രൂപീകരിച്ച് നടത്തിയ കാലഘട്ടത്തിലെ പ്രസംഗം ഇസ്ലാമിക വിരുദ്ധമാണ്. അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ആളാണ് ഞങ്ങൾ. മഅദനി ജയിൽ മോചിതനായപ്പോ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളണം. കയ്യടിക്കാനും തക്ബീർ ചെല്ലാനും നിങ്ങളെ വാഴ്ത്താനും ആളുകൾ ഉണ്ടാവും. അവരാരും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഭാര്യ വിധവയെ പോലെ ജീവിച്ചു, നിങ്ങളുടെ സലാഹുദ്ദീൻ അനാഥനെ പോലെ ജീവിച്ചു. ഇവിടെ പലരും നിങ്ങളെ കൊണ്ട് പലതും പറയിപ്പിച്ചു. നിങ്ങൾക്കതുണ്ടാകരുത്. നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കണം, സുന്നത്ത് മനസ്സിലാക്കണം, ഖുർആനും സുന്നത്തും തീവ്രവാദമില്ലെന്ന് മനസ്സിലാക്കണം. മതം സമാധാനത്തിന്, തീവ്രവാദം നാശത്തിന് എന്നൊരു കേസറ്റും കൊടുത്ത് കുറെ കേസറ്റുകൾ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം എറണാകുളം സാൽവേഷനിൽ എൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്നു. 41 വിദ്യാർത്ഥികളെ അദ്ദേഹം കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ അനുജനെ കൊണ്ടുവന്നു. എൻ്റെ ജീവിതത്തിലെ ഓർമ്മകളാണ്. ആ മഅദനിക്ക് വേണ്ടി ഞാൻ മിക്ക സമയവും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരോടും പറയാറുണ്ട്. അദ്ദേഹത്തോട് നമ്മുടെ ഭരണകൂടം ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരു പൗരനോടും ചെയ്യാത്ത ക്രൂരത അദ്ദേഹത്തോട് ചെയ്തു കഴിഞ്ഞു. കണ്ണ് കാണാനാവാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. മൂക്കിൽ പഴുപ്പ് ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് തകരാറ് വന്നു, കാലിൽ പഴുപ്പ് ബാധിച്ചു, ഒരുപാട് രോഗങ്ങൾക്ക് അദ്ദേഹം വിധേയമാണ്. അദ്ദേഹത്തെ ചികിത്സിക്കുന്നു എന്നത് അവിടുന്ന് നുണപ്രചരണമാണ്. കാരണം അവിടെ എന്താ നടക്കണതെന്ന് കണ്ണും കാതുള്ളവർക്കറിയാം. സഹോദരങ്ങളെ, ഇതൊക്കെയാണെങ്കിലും മഅദനി ഒരു കാലത്ത് പ്രസംഗിച്ച തീവ്ര പ്രസംഗങ്ങളെ ഏറ്റവും ശക്തമായി നമ്മൾ എതിർത്തു. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമുക്ക് ആരോടും വിരോധവുമില്ല, വെറുപ്പുമില്ല. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണം. ഇനിയും ഞങ്ങളിവിടെ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കാൻ വരണം, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. ഇനി ഞങ്ങൾക്ക് തെറ്റുപറ്റിയോ എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരുത്തിത്താ. ഞങ്ങൾക്ക് നിങ്ങൾ തിരുത്തിത്താ. പെണ്ണിനെ പള്ളി തടഞ്ഞിട്ടുള്ളൂ, ആണിന് പള്ളി തടഞ്ഞിട്ടുണ്ടോ? അപ്പൊ മുജാഹിദുകൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാൽ അവരെ ഇറക്കി വിടുക. പെണ്ണിനെ ഇറക്കി വിടാനേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. ആണിനെ ഇറക്കി വിട്ടാലോ? അങ്ങനെയൊക്കെയാണോ? ശരിക്കും എന്താ വേണ്ടത്? ഒരു യഥാർത്ഥ വിശ്വാസി എന്താ വേണ്ടത്? മുജാഹിദുകൾ അവിടെ വന്ന് നിസ്കരിക്കുമ്പോൾ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത്. ഇപ്പൊ എന്നോട് പറഞ്ഞതാണ്, പന്നി ഇവിടെ കയറിയില്ലേ, ഇവിടെ വെള്ളം ഒഴിക്കുക നമുക്കേ എന്ന്. ഒരു യാത്രയിൽ ഒരു സുന്നി പള്ളി കയറിയതാണ്, കയറിപ്പോയതാ. സത്യത്തിൽ കയറിച്ച് സുജൂദിന്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ, പള്ളി ദർശിലെ കുട്ടികൾ വിളിക്ക, പന്നി ഇവിടെ നിസ്കരിച്ചോ, വെള്ളം ഒഴിക്കട്ടെ നമുക്ക് എന്റെ തലയെ കൂടെ. നമ്മൾ നിസ്കരിച്ച് ഇറങ്ങിപ്പോന്ന്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണേ. ഇതാണോ ദീൻ? വല തസ്തവിൽ ഹസനതു വല സയ്യിഅ.
തിന്മയും നന്മയും ഒരിക്കലും സമാവില്ല. മറിച്ച് മുജാഹിദുകൾ ഒരു സുന്നി പള്ളി കയറി നിസ്കരിച്ച് നിങ്ങളെന്താ വേണ്ടേ? നിസ്കാരത്തിന് സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വിളിക്കാം. വരും മക്കളെ നിങ്ങൾ എവിടുന്ന മോനെ? മോന്റെ പേരെന്താ? ബഷീർ. എന്താടാ സുബൈർ? എടാ ജി കയ്യെട്ടിയേ റസൂലുള്ള പഠിപ്പിച്ച പോലെയല്ല, അത് ഇങ്ങനെയാ എന്ന് ഹദീസ് ഉദ്ധരിച്ച് പഠിപ്പിക്കേണ്ടവരെ ഞങ്ങളെ. കയ്യെട്ടിവനെ പിടിച്ച് പുറത്തേക്ക് അറിയല്ല. അതാണോ ദീൻ? അതാണോ റസൂൽ പഠിപ്പിച്ചത്? ഞങ്ങളൊക്കെ ചെയ്യാറില്ലാണ്. ഞങ്ങളുടെ പള്ളിയിൽ വരും വലിയ നിങ്ങൾ എവിടുന്ന വരുന്നത്? പിന്നെ ഇവിടെ നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തിയല്ലോ, ഇത് റസൂൽ നടത്തിയിട്ടില്ല, അത് ബിദ്അത്താണ്, ഹദീസിന്റെ എതിരാണ്. ഇതാണ് അതിന്റെ രീതി. ഇനി നിങ്ങൾക്കറിയില്ലേ, ചിന്തിക്ക്, ഓർക്ക്. പള്ളിയിൽ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നിടത്ത് തോന്നിയസല്ലേ അത്? നിങ്ങൾ ആലോചിച്ചേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്ത് ഒരു അറാബി പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിച്ചു. സഹാബത്തിന് കോപം കൊണ്ട് തളച്ചു. നബി അരുത്, അയാൾ മൂത്രമൊഴിക്കട്ടെ, മൂത്രം മുറിച്ചെറിയരുത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു വേണ്ട, സംഗതി ഫിനിഷ് ആകട്ടെ. ഫിനിഷാക്കി ഒക്കെ കഴിഞ്ഞ റസൂൽ ചോദിച്ച റാഹത്തായോ? ആ റാഹത്ത് എന്നങ്ങോട്ട് വാ പറഞ്ഞു. നബി ഷോൾഡറിൽ കൈ ഇങ്ങനെ വെച്ചു. അല്ല, ഇതൊരു ആരാധനാലയം. നിനക്കറിഞ്ഞുകൂടെ ഇത് ഖുർആൻ പാരായണം ചെയ്യുന്ന, പടച്ചോന് സുജൂദ് ചെയ്യുന്ന, അവന് ദിക്ർ ചെയ്യുന്ന ഒരു കേന്ദ്രമാണിത് എന്ന് നിനക്കറിയില്ലേ? അറിയാം. അവിടെ നീ ഇത് ചെയ്താൽ അത് ശരിയാണ്. അവർക്ക് കോപായൻ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ്, അത് ശരിയാണ്. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ്. കേട്ടോ സമസ്തക്കാരെ, അയാൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്നോട് മര്യാദയോടുകൂടി പെരുമാറിയ ഈ മനുഷ്യന് നീ കാരുണ്യം ചൊരിയണേ, എന്നോട് ചൂടായവരോട് നീ കാരുണ്യം ചൊരിയല്ലേ. ഇതാ ഇസ്ലാം. എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞു? സാബത്തിനോട് അവിടെ ഒരു ബക്കറ്റ് വെള്ളം ഉപയോഗിച്ച് കൈക്കള. അറിയില്ല ഒരുത്തനെ, പള്ളിയുടെ മാത്രം. ഓൻ വന്നു, മോനെ വിളിക്കുക, മോനെ ഇത് ഭയങ്കരമാണ്, നീ ചെയ്തത് തെറ്റാണ്, ശരിയല്ല, ഭീകരമാണ്, കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പണിയാണ്, ചെയ്യല്ലേ കുട്ടി എന്ന് പറയേണ്ടവരാ നമ്മൾ. അങ്ങനെ നന്നാക്കേണ്ടവരാ നമ്മൾ. ഗാന്ധിജി ഒരു ബ്രിട്ടീഷുകാരൻ ഷൂ കൊണ്ട് ഒറ്റ ചവിട്ടാട് കൊടുത്തു. പല്ല് കൊഴിഞ്ഞിട്ട് ചോരങ്ങനെ വരികയാണ്. അപ്പൊ മഹാത്മാഗാന്ധി ചിരിച്ചിട്ട്, രക്തമൊലിക്കുമ്പോൾ ചിരിച്ചിട്ട് ചോദിക്കാണ് സായിപ്പിനോട്, അല്ല സായിപ്പേ, എന്റെ പരുക്കൻ പല്ല് തട്ടി നിങ്ങളെ വെളുത്തു തുടുത്ത കാല് വേദനിച്ചോന്ന്. അങ്ങനെ ചവിട്ടിയിട്ട് 2 പല്ല് കൊഴിഞ്ഞു. ഏതാ? എന്നിട്ട് മഹാത്മാഗാന്ധിന്റെ ചോദ്യാണ് എന്ത്? എന്റെ പരുക്കൻ പല്ല് തട്ടി നിന്റെ കാല് വേദനിച്ചോ? ചില്ലറപ്പെട്ട ക്ഷമയല്ല. അതുകൊണ്ടാണോ ബ്രിട്ടീഷുകാർ പേടിച്ച് മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ, ഒരർദ്ധനഗ്നൻ. ബ്രിട്ടീഷുകാർക്ക് എന്തൊരു പേടിയായിരുന്നു? ആ പേടി, ഇച്ഛാശക്തി, ധൈര്യം, നട്ടല്, ആണുങ്ങളുടെ പ്രത്യേകത, സമൂഹത്തെ നയിക്കാനുള്ള യോഗ്യത അതുണ്ടാകുക. അല്ലാതെ നുണ പ്രചരിപ്പിച്ച് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത മനസ്സാക്ഷി, ഞങ്ങൾക്കൊരു വേദനയുണ്ട്, അള്ളാന്റെ റസൂലിനെ ഏറ്റവും സ്നേഹിച്ച ഞങ്ങൾ നബീനെ ചീത്ത പറയുന്നവരാകുന്നു എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തരട്ടെ. അല്ലാഹു മുഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കണം. സുഹൃത്തുക്കളെ, പൗരോഹിത്യത്തിന്റെ സകല ചതിക്കുഴികളെയും തിരിച്ചറിഞ്ഞ് നേർക്കുനേരെ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, നിന്റെ റബ്ബ് നിന്റെ സമീപത്താകും, നിന്റെ ജീവനാടിയേക്കാളും അടുത്തവനാകും. എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറ നബിയെ, ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, 50-ാം അധ്യായം 16. ഞാൻ അവരുടെ ജീവനാടിയേക്കാളും അടുത്തവനാണ്. ആ അള്ളാഹിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ അള്ളാഹുവിൻ്റെ നിയമം നമുക്ക് സ്വീകരിക്കാം. ആ പ്രവാചകന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? ഒരു കല്യാണ വീട്ടിലേക്ക് റസൂലുള്ള കയറി ചെന്നപ്പോൾ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പാടിയപ്പോൾ റസൂലുള്ള നിരുത്സാഹപ്പെടുത്തി. നാളെയുടെ കാര്യം അറിയുന്നവൻ പടച്ചോനാണ്. ഒരു പടപ്പിനും നാളെയുടെ കാര്യം, നിങ്ങൾ അവിടെ വെച്ച് മരിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എൻ്റെ ഏതെങ്കിലും വാക്കിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കണം. നല്ലൊരു നാളേക്ക് വേണ്ടി, അഗ്നിജ്വാലകളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ പാവപ്പെട്ട കുറേ പ്രവർത്തകർ ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ ഫലമാണിത്. അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ലോകത്തെപ്പോഴും സത്യത്തിൻ്റെ ആളുകളെ അസത്യത്തിൻ്റെ ആളുകളെ തെറ്റിദ്ധരിച്ചിരുന്നു. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് തിരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ
علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.